1914 നോർവേയിലെ വെസ്റ്റ് ഹോൾഡ് കൗണ്ടിയിലെ ഒരു മുനിസിപ്പാലിറ്റിയായ ലാർവിക്കിലാണ് തോർ ഹെയർഡാൽ ജനിക്കുന്നത്. ചെറുപ്പത്തിലെ തന്നെ സാഹസിക യാത്രകളിൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന വ്യക്തിയായിരുന്നു തോർ ഹെയർഡാൽ. അന്നത്തെ കാലത്ത് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം ഫോളോ ചെയ്യുന്നവർ വളരെ കുറവായിരുന്നു. എല്ലാ മതഗ്രന്ഥങ്ങളെയും തിരുത്തി കുറിക്കുന്ന ഈ സിദ്ധാന്തം ആളുകൾക്കിടയിൽ അറിവിന് പകരം വെറുപ്പാണ് സമ്പാദിച്ചിരുന്നത്. ഈ കാലത്തും തോർ ഹെയർഡാലിന്റെ അമ്മ പരിണാമ സിദ്ധാന്തത്തിൽ കൂടുതൽ താല്പര്യം കാണിച്ചിരുന്നു. കൊച്ചുകുട്ടിയായിരുന്ന കാലത്ത് തന്നെ തോർ ഹെയർഡാലിനെയും അമ്മയുടെ ഈ ഇഷ്ട സബ്ജക്റ്റ് സ്വാധീനിക്കുന്നു. ഇതോടെ ജന്തുശാസ്ത്രത്തിൽ കൂടുതൽ ആഴത്തിലുള്ള പഠനം അദ്ദേഹം തുടങ്ങിവെച്ചു. ഇതിന്റെ ഭാഗമായി വീട്ടിൽ തന്നെ ഒരു കൊച്ചു മ്യൂസിയവും അദ്ദേഹം തയ്യാറാക്കി. ഓസ്ലോ സർവകലാശാലയിൽ ബയോളജിക്കൽ സയൻസും ഫാക്കൽറ്റിയിൽ ജന്തുശാസ്ത്രവും ഭൂമിശാസ്ത്രവും അദ്ദേഹം പഠിക്കുന്നു. ഇതിനിടയിൽ തന്നെ സ്വന്തമായി പോളിനേഷ്യൻ സംസ്കാരവും ചരിത്രവും അദ്ദേഹം പഠിക്കുന്നുമുണ്ട്. ബുക്കുകളോട് കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന ഹെയർഡാൽ ലൈബ്രറികളിലെ സ്ഥിരം സന്ദർശകനായിരുന്നു. 1934 ഒറ്റപ്പെട്ട് കിടക്കുന്ന പസഫിക് സമുദ്രത്തിലെ ചില ദ്വീപുകളിൽ അദ്ദേഹം പര്യടനം നടത്തി. അവിടെ കണ്ട ചില മൃഗങ്ങൾ, സസ്യങ്ങൾ, ഇതൊക്കെ എങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഈ ദ്വീപുകളിൽ എത്തിച്ചേർന്നു എന്ന് ചിന്തിക്കുകയും അതിനെപ്പറ്റി പഠിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇതിനിടയിൽ 1936 22 വയസ്സുള്ളപ്പോൾ അദ്ദേഹം ഓസ്ലോ സർവകലാശാലയിൽ വെച്ച് കണ്ടുമുട്ടിയ ലീവ് കുച്ചറൈൻ ടോർപ്പ് എന്ന യുവതിയുമായി വിവാഹം കഴിക്കുന്നു. ഈ ബന്ധത്തിൽ 2 കുട്ടികളാണ് അവർക്കുള്ളത്, തോർ ജൂനിയർ, ബിയോൺ എന്നിവർ. വിവാഹശേഷം തോർ ഹെയർഡാലും ജന്തുശാസ്ത്രത്തിലും ഭൂമിശാസ്ത്രത്തിലും അദ്ദേഹത്തോളം തന്നെ താല്പര്യമുള്ള ഭാര്യയും പസഫിക് സമുദ്രത്തിലെ പോളിനേഷ്യൻ ദ്വീപുകളിൽ പഠനം നടത്താൻ തീരുമാനിക്കുന്നു. പസഫിക് സമുദ്രത്തിന് ഒത്ത നടുക്കായി കാണപ്പെടുന്ന അനേകം ദ്വീപുകളുടെ ഒരു സമൂഹമാണ് പോളിനേഷ്യ എന്നറിയപ്പെടുന്നത്. അങ്ങനെ അവർ ഇരുവരും പസഫിക്കിലെ പോളിനേഷ്യൻ ദ്വീപായ ഫാറ്റു ഫിവയിലേക്ക് ചെന്നെത്തുകയാണ്. ഈ ദ്വീപിലെ ജന്തുജാലങ്ങളെപ്പറ്റി പഠനം നടത്തുക എന്നതാണ് അവരുടെ ലക്ഷ്യം. ഇതിനായി ഇരുവരും ഈ ദ്വീപിൽ തങ്ങാൻ തീരുമാനിക്കുന്നു. അധികം സൗകര്യങ്ങളോ ആയുധങ്ങളോ, എന്തിന് പുറം ലോകവുമായി ബന്ധപ്പെടാൻ ഒരു റേഡിയോ പോലും ഇല്ലാതെയാണ് ഇവർ ഈ ദ്വീപിലേക്ക് കടന്നു ചെല്ലുന്നത്. പക്ഷേ അങ്ങോട്ടേക്കുള്ള യാത്രക്കിടയിൽ തഹീതി എന്ന സ്ഥലത്ത് അവർ തങ്ങിയപ്പോൾ അവിടെയുള്ളവർ ഇവർക്ക് കുറച്ച് പാത്രങ്ങളും ചെറിയ കത്തികളും കൂടെ കൊണ്ടുപോകാനായി നൽകി. ആദ്യം അവർ അത് വാങ്ങാൻ തയ്യാറായില്ല. പക്ഷേ അവിടെയുള്ളവർ അവരെ നിർബന്ധിച്ചപ്പോൾ അവരത് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. 1937 ഇരുവരും പോളിനേഷ്യയിലെ ഒമോവ താഴ്വരയിലെ ഫാറ്റു ഫിവയിൽ എത്തുന്നത്. അവിടെ ഒറ്റപ്പെട്ട ഉയ എന്ന താഴ്വരയിൽ ചെറിയ കുടിൽ നിർമ്മിച്ച് അവർ താമസമാക്കി. ഇങ്ങനെ പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ ഒരു ദ്വീപിൽ പ്രാകൃതമായ ഒരു ജീവിതം നയിക്കുക എന്നത് ഒരു വെല്ലുവിളി നിറഞ്ഞ കാര്യം തന്നെയാണ്. പക്ഷേ അവർ അത് ആസ്വദിക്കുകയും അവിടെയുള്ള ജന്തുക്കളെപ്പറ്റിയും സസ്യങ്ങളെപ്പറ്റിയുമൊക്കെ പഠനം നടത്തുകയും എല്ലാത്തിൻ്റെയും മാതൃകകൾ ശേഖരിക്കുകയും ചെയ്തു. ഈ സമയത്താണ് അവർക്ക് അവിടെ നിന്നും ചില പുരാതന നിർമ്മിതിയായ വസ്തുക്കൾ ലഭിക്കുന്നത്. ആദ്യം ഇത് കണ്ട ഇരുവരും ശരിക്കും അത്ഭുതപ്പെട്ടു. ഈ പുരാതന വസ്തുക്കളൊക്കെ ഒരിക്കൽ മൺമറഞ്ഞു പോയ ഇൻക സാമ്രാജ്യത്തിന്റെ ഭാഗമാണെന്ന് അവർക്ക് മനസ്സിലായി. ഇതോടെ ആ ദ്വീപിൽ വസിക്കുന്ന മനുഷ്യരുടെ സംസ്കാരവും ജീവിത രീതിയും ഒക്കെ പഠിക്കുന്നതിനായി അവർ ഏകാന്തവാസം വെടിഞ്ഞ് അവർക്കിടയിലേക്ക്, അതായത് ആ ദ്വീപിലെ മനുഷ്യർക്കിടയിലേക്ക് തോർ ഹെയർഡാലും ഭാര്യയും കടന്നു ചെല്ലുന്നു. അവർ ദൈവമായി സങ്കല്പിച്ച് പൂജിക്കുന്ന ശില്പങ്ങളൊക്കെ തെക്കേ അമേരിക്കയിൽ നിലനിന്നിരുന്ന ഇൻകകളുടെ ദൈവശില്പങ്ങളുമായി വളരെ സാമ്യമുള്ളതായിരുന്നു. എന്നേക്കുമായി മൺമറഞ്ഞുപോയ ഒരു മഹാസാമ്രാജ്യമാണ് ഇൻക സാമ്രാജ്യം. അതിനെപ്പറ്റി വളരെ വിശദമായി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഐ ബട്ടണിലും കൊടുത്തേക്കാം. യൂറോപ്യൻ കാലഘട്ടത്തിന് മുൻപ് പോളിനേഷ്യയിൽ നിലനിന്നിരുന്നവരുടെയും തെക്കേ അമേരിക്കയിലെ ജനവിഭാഗങ്ങളുടെയും സംസ്കാരങ്ങൾ സാമ്യമുള്ളതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ തോർ ഹെയർഡാൽ കണ്ടെത്തിയിരിക്കുന്നത്. പോളിനേഷ്യൻ ദ്വീപിലേക്ക് മനുഷ്യർ എങ്ങനെ വന്നെത്തി എന്നതിന് ഒരു ഉത്തരമില്ലാത്ത കാലത്താണ് തോർ ഹെയർഡാൽ ഈ കണ്ടെത്തൽ നടത്തുന്നത്. അന്ന് പോളിനേഷ്യൻ ദ്വീപിലേക്ക് മനുഷ്യർ വന്നെത്തിയതിൻ്റെ പല തിയറികളും അവതരിപ്പിക്കപ്പെട്ടു. അതിൽ ഏറ്റവും പ്രബലമായ വാദം ഏഷ്യയിൽ നിന്നാണ് പോളിനേഷ്യയിലേക്ക് മനുഷ്യർ കടന്നു വന്നത് എന്നതായിരുന്നു. കൊളംബസിന് മുൻപ് മുതൽ തന്നെ തെക്കേ അമേരിക്കയുടെയും പോളിനേഷ്യൻ ദ്വീപിലെ മനുഷ്യരുടെയും ഇടയിൽ സമുദ്രമാർഗം ബന്ധമുണ്ടായിരുന്നു എന്ന് തോർ ഹെയർഡാൽ മനസ്സിലാക്കി. എന്തായാലും കൂടുതൽ കാലം അവർക്ക് ഈ ദ്വീപിൽ കഴിയാൻ സാധിച്ചില്ല. ചൂടുകാലം വന്നതോടെ അവരെ ബാധിച്ച ചില അസുഖങ്ങൾ കാരണം 1 വർഷത്തിന് ശേഷം അവർക്ക് തിരികെ പോകേണ്ടി വന്നു. തോർ ഹെയർഡാലും ഭാര്യയും ഈ യാത്രയെപ്പറ്റിയും തങ്ങളുടെ കണ്ടുപിടുത്തങ്ങളെപ്പറ്റിയും ഒരു ബുക്ക് എഴുതാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഇരുവരും ചേർന്ന് എഴുതിയ പുസ്തകമാണ് പാ ജാക്കറ്റ് ഏറ്റർ പാരഡൈസൈറ്റ്. ഈ ബുക്കിൽ ഇരുവരുടെയും പഠനവും കണ്ടെത്തലും ഒക്കെ വിശദമായി അവർ വിവരിക്കുന്നുണ്ട്. 1938 ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. പക്ഷേ ഈ കാലയളവിൽ തന്നെ 2ാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് ഈ പുസ്തകം ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയി. ഈ വർഷത്തിൽ തന്നെയാണ് തോർ ഹെയർഡാലും ലീവ് കുച്ചറോൺ ടോർപ്പിയും വിവാഹബന്ധം വേർപെടുത്തുന്നത്. 1ാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായി ഹിറ്റ്ലറിന്റെ നേതൃത്വത്തിൽ ജർമ്മൻ സേന നോർവേ പിടിച്ചടക്കുന്നു. ഇതോടെ 1944 തോർ ഹെയർഡാൽ ഡെൻമാർക്കിന്റെ വടക്കൻ പ്രവിശ്യയിലേക്ക് പോവുകയും നോർവേയുടെ സ്വാതന്ത്ര്യത്തിനായി നോർവീജിയൻ സ്വാതന്ത്ര്യ സേനയിൽ അംഗമാവുകയും സേവനമനുഷ്ഠിക്കുകയും ചെയ്യുന്നു.
ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചതിന് ശേഷമാണ് അദ്ദേഹം തന്റെ കണ്ടെത്തലുകൾ ലോകത്തിന് മുന്നിലേക്ക് വെക്കാൻ ശ്രമിക്കുന്നത്. പോളിനേഷ്യൻ ദ്വീപുകളിൽ ചെന്നെത്തിയ മനുഷ്യർ തെക്കേ അമേരിക്കയിൽ നിന്നുള്ളവരാണ്. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ സിദ്ധാന്തം. പക്ഷേ എതിർപ്പുകളും വാദങ്ങളും ഉണ്ടാകുന്നു. പലരും സമുദ്രപ്രവാഹം ശരിയാണെന്ന് സമ്മതിച്ചുവെങ്കിലും 5000 നോട്ടിക്കൽ മൈൽ ദൂരമുള്ള പോളിനേഷ്യയിലേക്ക് തെക്കേ അമേരിക്കയിൽ നിന്നും പുരാതന മനുഷ്യർക്ക് കടന്നു ചെല്ലാൻ സാധിക്കില്ല എന്ന വാദം എല്ലാവരും ഉന്നയിക്കുന്നു. അഥവാ അങ്ങനെ എത്തിയാൽ തന്നെ വലിയ ബോട്ടുകളുടെ സാങ്കേതികവിദ്യ ഇല്ലായിരുന്ന അവർ എങ്ങനെ പോളിനേഷ്യ വരെ യാത്ര ചെയ്തു എന്നും ചോദ്യമുയർന്നു. ഈ ചോദ്യത്തിന് അദ്ദേഹം നൽകിയ ഉത്തരം പെറു കടൽ തീരങ്ങളിൽ അക്കാലത്ത് സാധാരണയായി കാണപ്പെടുന്ന ബാൽസാ മരങ്ങളുടെ തടി ഉപയോഗിച്ച് നിർമ്മിച്ച ചങ്ങാടങ്ങളിൽ എന്നായിരുന്നു. ഈ ഉത്തരം കേട്ടവർ അദ്ദേഹത്തെ പരിഹസിക്കുന്നു. ഇതോടെ അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങളും എഴുതിയ ബുക്കുകളും ഒക്കെ അന്നത്തെ ഭൂമിശാസ്ത്രത്തിന്റെ മേലാളന്മാർ നിരസിച്ചു. വർഷങ്ങളെടുത്ത് താൻ പഠിച്ചതൊക്കെ സത്യമാണെന്നത് അദ്ദേഹത്തിന് ഉറപ്പുണ്ട്. പക്ഷേ ലോകത്തിന് വേണ്ടത് തെളിവാണ്. പോളിനേഷ്യയിലേക്ക് മനുഷ്യർ ചെന്നെത്തിയത് തെക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ പെറുവിൽ നിന്നാണെന്ന് പോളിനേഷ്യയിൽ കണ്ടെത്തിയ ഇൻകകളുടെ ദേവന്മാരുടെ സാദൃശ്യമുള്ള പ്രതിമകളും സമുദ്രജല പ്രവാഹവും എന്തിന് ഒരേ ദിക്കിൽ തന്നെ കാറ്റിനനുസൃതമായി തെക്കേ അമേരിക്കയിൽ നിന്നും പോളിനേഷ്യയിലേക്ക് ചലിക്കുന്ന മേഘങ്ങൾ പോലും അദ്ദേഹം എല്ലാവർക്കും മുന്നിൽ വെച്ചു. അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും അവർക്ക് അംഗീകരിക്കേണ്ടി വന്നുവെങ്കിലും പെറുവിൽ നിന്നും പോളിനേഷ്യ വരെ ഒരു ചങ്ങാടത്തിൽ എത്തിച്ചേരുക എന്നത് ആർക്കും വിശ്വസിക്കാൻ സാധിച്ചില്ല. ഇതോടെ തോർ ഹെയർഡാൽ ഒരു തീരുമാനമെടുക്കുന്നു. വർഷങ്ങൾ കൊണ്ട് താൻ നടത്തിയ പഠനങ്ങളൊക്കെ ശരിയാണെന്ന് തെളിയിക്കാൻ 1000 വർഷങ്ങൾക്ക് മുൻപ് പുരാതന മനുഷ്യർ വടക്കേ അമേരിക്കയിലെ പെറുവിൽ നിന്നും എങ്ങനെയാണോ പോളിനേഷ്യൻ ദ്വീപുകളിൽ എത്തിച്ചേർന്നത് അതുപോലെ തന്നെ ഒരു യാത്ര നടത്താൻ തീരുമാനിക്കുന്നു. പിന്നെയുള്ള ദിവസങ്ങൾ അദ്ദേഹം അതിനായുള്ള ഒരുക്കങ്ങളിലായിരുന്നു. ഈ ആശയത്തിൽ നിന്നും അദ്ദേഹം എഴുതിയ പുസ്തകമാണ് പോളിനേഷ്യ ആൻഡ് അമേരിക്ക എന്ന പേരിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടത്. ഈ പുസ്തകം നിരസിക്കപ്പെട്ടത് ബാൽസാ മരങ്ങൾ കൊണ്ടുള്ള ചങ്ങാടത്തിൽ പസഫിക് സമുദ്രം മറികടന്ന് തെക്കേ അമേരിക്കയിൽ നിന്നും പോളിനേഷ്യ വരെ എത്തിച്ചേരുക എന്നത് ചിന്തിക്കാൻ പോലും സാധിക്കില്ല എന്ന അന്നത്തെ മനുഷ്യരുടെ മനസ്സായിരുന്നു. ബാൽസാ മരത്തടികൾ വളരെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതായതുകൊണ്ട് തന്നെ അവ കടലിൽ ഉപയോഗിക്കാൻ അനുയോജ്യമല്ല എന്നും പലരും വാദിക്കുന്നുണ്ട്. പക്ഷേ തോർ ഹെയർഡാൽ സ്പാനിഷ് വിവരണങ്ങളിൽ നടത്തിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ പോളിനേഷ്യയിലേക്ക് കുടിയേറിയ തെക്കേ അമേരിക്കക്കാർ ഉപയോഗിച്ചത് ബാൽസാ മരത്തടികൾ കൊണ്ടുള്ള ചങ്ങാടത്തിലാണെന്ന് ഉറപ്പിച്ചു. അദ്ദേഹത്തിന്റെ ഈ സിദ്ധാന്തം പരീക്ഷിക്കാനുള്ള ഒരു മാർഗം സ്പാനിഷ് വിവരണങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള വിവരങ്ങൾ അടിസ്ഥാനമാക്കി ബാൽസാ മരങ്ങൾ ശേഖരിച്ച് അതിൽ ഒരു ചങ്ങാടമുണ്ടാക്കി പെറുവിൽ നിന്നും യാത്ര ചെയ്യണം. മറ്റൊരു സഹായവുമില്ലാതെ പുരാതന രീതിയിൽ ചങ്ങാടം നിർമ്മിച്ച് കാറ്റിൻ്റെയും സമുദ്രപ്രവാഹത്തിൻ്റെയും സഹായത്തോടെ പോളിനേഷ്യൻ ദ്വീപുകളിൽ ഏതെങ്കിലും ഒന്നിലെത്തിച്ചേർന്നാൽ തോർ ഹെയർഡാലിന് സിദ്ധാന്തം ശരിയാണെന്ന് തെളിയിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു ശ്രമം നടത്താൻ അദ്ദേഹം മാനസികമായി തയ്യാറെടുക്കുകയാണ്. ഇനി അദ്ദേഹത്തിന് വേണ്ടത് ഇങ്ങനെയൊരു യാത്ര ചെയ്യാൻ ആവശ്യമായ ചെലവിനുള്ള പണം കണ്ടെത്തുക എന്നതാണ്. മാത്രമല്ല കൂടെ യാത്ര ചെയ്യാൻ തയ്യാറാകുന്ന കുറച്ചു പേരെയും കണ്ടെത്തേണ്ടതുണ്ട്. തോർ ഹെയർഡാൽ ഇങ്ങനെ ഒരു യാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന വിവരം വളരെ പെട്ടെന്ന് തന്നെ യൂറോപ്പ് മുഴുവൻ പടരുന്നു. അദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തിലും ഈ യാത്രയിലും താല്പര്യമുള്ള ചിലർ അദ്ദേഹത്തെ സമീപിക്കുകയും കൂടെ യാത്ര ചെയ്യാൻ തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തു. ഈ യാത്രയ്ക്കായി തോർ ഹെയർഡാലിനൊപ്പം ആദ്യം ചേർന്നത് ഹെർമൻ വാട്സിംഗർ എന്നയാളാണ്. അദ്ദേഹം അന്നത്തെ നൂതന സാങ്കേതിക വിദ്യകളിൽ പ്രവർത്തന പരിചയമുള്ളയാളും കാലാവസ്ഥാ നിരീക്ഷകനുമായിരുന്നു. പിന്നീട് പല ഘട്ടങ്ങളിലായി 4 പേർ കൂടി ഈ യാത്രയ്ക്കായി തയ്യാറെടുത്ത് മുന്നോട്ട് വരുന്നുണ്ട്. നമുക്കവരെയൊക്കെ പരിചയപ്പെട്ടതിന് ശേഷം മുന്നോട്ട് പോകാം. രണ്ടാമതായി ഈ യാത്രയ്ക്ക് തയ്യാറെടുത്ത് വന്നയാളാണ് എറിക് ഹെസൽബർഗ്. അദ്ദേഹം ഒരു മികച്ച നാവിഗേറ്ററും ചിത്രകാരനുമായിരുന്നു. ബെങ്കറ്റ് ഡാനിയൽസൺ ഈ കൂട്ടത്തിലെ സ്പാനിഷ് ഭാഷ സംസാരിക്കുന്ന ഒരേ ഒരാളായിരുന്നു ഡാനിയൽസൺ. പുരാതന മനുഷ്യരുടെ കുടിയേറ്റങ്ങളെപ്പറ്റി റിസർച്ച് നടത്തിയിരുന്ന ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞനാണ് ഡാനിയൽസൺ. നോട്ട് ഹോഗ്ലാൻഡ് അക്കാലത്തെ അറിയപ്പെട്ടിരുന്ന ഒരു റേഡിയോ ഓപ്പറേറ്ററും റേഡിയോ വിദഗ്ധനുമായിരുന്നു നോട്ട് ഹോഗ്ലാൻഡ്. ടോർസ്റ്റൈൻ റാബി ഇദ്ദേഹവും റേഡിയോ വിദഗ്ധനാണ്. ഈ യാത്രയിൽ അവർ ഉപയോഗിച്ച റേഡിയോ സിഗ്നലുകൾ കൈകാര്യം ചെയ്യുന്നതും ഇദ്ദേഹം തന്നെയാണ്. ഇവരെയൊക്കെ കൂടാതെ തന്നെ ഈ യാത്രയിൽ ഒരു തത്ത കൂടി ഇവരുടെ കൂടെയുണ്ട്. ആ തത്തയുടെ പേരാണ് ലോലിറ്റ. അങ്ങനെ ഈ യാത്രയുടെ ആദ്യ ഭാഗമായി തോർ ഹെയർഡാലും ഹെർമൻ വാട്സിംഗറും നോർവേയിൽ നിന്നും പെറുവിലേക്ക് യാത്രയായി. പെറുവിൽ വെച്ചാണ് ടീമിലെ മറ്റംഗങ്ങൾ അവരോടൊപ്പം ചേരാൻ പോകുന്നത്. ഈ യാത്രയ്ക്ക് മുൻപും പെറുവിലെത്തിയതിനു ശേഷവും തോർ ഹെയർഡാൽ ഈ യാത്രയുടെ ചെലവിനായി പലരെയും സമീപിക്കുന്നുണ്ട്. പക്ഷേ നിരാശയായിരുന്നു ഫലം. ഒടുവിൽ അദ്ദേഹം പെറുവിലെ അതിസമ്പന്നനും ഒരു ബിസിനസ്സുകാരനുമായ ജോസ് ബുസ്റ്റമെന്റെ എന്നയാളുടെ അടുത്തേക്ക് എത്തുന്നു. വർഷങ്ങളെടുത്ത് താൻ നടത്തിയ പഠനങ്ങളുടെ റിപ്പോർട്ടുകളുമൊക്കെ കാണിച്ച് അദ്ദേഹം തൻ്റെ യാത്രയെക്കുറിച്ചും ഉദ്ദേശത്തെക്കുറിച്ചും ഒക്കെ വിവരിച്ചു. കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം
ഈ യാത്രയ്ക്കുള്ള എല്ലാ ചെലവും സ്വയം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു. ഈ യാത്ര നടത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പയാണ് ഇപ്പോൾ തോർ ഹെയർഡാൽ കടന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് അതിയായ സന്തോഷം തോന്നി. സന്തോഷം അതിരുവിട്ട അദ്ദേഹം ഈ ബിസിനസ്സുകാരനെ ഒന്ന് കെട്ടിപ്പിടിച്ച് നന്ദിയും പറഞ്ഞതിന് ശേഷമാണ് അവിടെ നിന്നും ഇറങ്ങിയത്. യാത്ര ചെയ്യാനുള്ള ടീമും യാത്രയ്ക്ക് വേണ്ടി ചെലവാക്കാനുള്ള പണവും തയ്യാറായി കഴിഞ്ഞു. ഇനി വേണ്ടത് യാത്ര ചെയ്യാൻ ആവശ്യമായ ചങ്ങാടമാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇൻകകൾ രൂപപ്പെടുത്തിയിരുന്നത് പോലെയുള്ള ചങ്ങാടമാണ് ഈ യാത്രയ്ക്കായി ഉപയോഗിക്കേണ്ടത്. അവർ ഉപയോഗിച്ചിരുന്ന കയറുകൾ, അവർ ഉപയോഗിച്ചിരുന്ന തടി, അതിൻ്റെ നിർമ്മാണം, ഇതൊക്കെ എങ്ങനെയായിരുന്നു എന്ന് തോർ പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. 100% പുരാതന രീതിയിലുള്ള നിർമ്മാണമായിരിക്കണം ഈ ചങ്ങാടം നിർമ്മിക്കുമ്പോൾ പിന്തുടരേണ്ടതെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. എങ്കിൽ മാത്രമേ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇൻകകൾ ഇതേ മാർഗത്തിൽ പോളിനേഷ്യയിൽ കടന്നു ചെന്നു എന്ന് സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് സാധിക്കൂ. ചങ്ങാടം നിർമ്മിക്കുന്നതിന് ആവശ്യമായ ബാൽസ തടികളാണ് ആദ്യം കണ്ടെത്തേണ്ടത്. പെറുവിയൻ തീരത്ത് പണ്ടുകാലങ്ങളിൽ സുലഭമായി കണ്ടുവരുന്ന ഒരു മരമായിരുന്നു ബാൽസ. പക്ഷേ തോർ ഈ മരത്തടി അന്വേഷിച്ച് ചെല്ലുമ്പോൾ പെറുവിയൻ തീരത്തെ ബാൽസ മരങ്ങൾ കൂട്ടമായി നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മരത്തടികൾ സംഘടിപ്പിക്കുന്നതിനായി ആൻഡീസ് മഴക്കാടുകളിൽ പോകേണ്ടി വരുമെന്നും അദ്ദേഹം മനസ്സിലാക്കി. ഈ സമയത്താണ് വൻ മഴയും കാറ്റും കാരണം ഈ പ്രദേശം മുഴുവൻ വെള്ളപ്പൊക്കത്തിലാകുന്നത്. അതുകൊണ്ട് തന്നെ കരമാർഗം ആൻഡീസ് മഴക്കാടുകളിലേക്ക് കടന്നു ചെല്ലാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നില്ല. 6 മാസത്തെ നീണ്ടു നിൽക്കുന്ന മഴക്കാലമായതുകൊണ്ട് തന്നെ ഇനി ഉൾക്കാടുകളിലേക്ക് കടന്നു ചെല്ലാൻ 6 മാസത്തെ കാത്തിരിപ്പ് വേണ്ടിവരും. പക്ഷേ അതുവരെ കാത്തിരിക്കാൻ തോറിന് സാധിക്കില്ല. കാരണം ഈ യാത്രയിൽ ഭാഗമാവാൻ തയ്യാറായവരൊക്കെ പെറുവിലേക്ക് യാത്ര തിരിച്ചു കഴിഞ്ഞു. ഇതോടെ വിമാനമാർഗം തോറും കൂടെയുണ്ടായിരുന്ന ഹെർമനും ആൻഡീസ് മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ക്വെയ്റ്റോ എന്ന പ്രദേശത്തേക്ക് എത്തുന്നു. അവിടെ നിന്നും ജീപ്പ് മാർഗം അവർ ആൻഡീസ് മഴക്കാടുകളിലേക്ക് യാത്ര തിരിച്ചു. അവിടെയുള്ള പ്രദേശവാസികളുടെ സഹായത്തോടെ ഉൾവനത്തിൽ ദിവസങ്ങളോളം നടത്തിയ തിരച്ചിലിൽ അവർക്ക് ബാൽസ മരങ്ങൾ കണ്ടെത്താൻ സാധിച്ചു. പ്രദേശവാസികളുടെ സഹായത്തോടു കൂടി ഇവർ ഈ മരങ്ങൾ മുറിക്കുകയും പുരാതന രീതിയിൽ തന്നെ മരങ്ങളുടെ തൊലി അടർത്തി മാറ്റുകയും ചെയ്തു. ഇനി അവർക്ക് മുന്നിലുള്ള വെല്ലുവിളി ഈ തടികൾ പസഫിക് സമുദ്രത്തിന്റെ തീരം വരെ എങ്ങനെ എത്തിക്കും എന്നതാണ്. ഈ ചിന്ത അവരെ ശരിക്കും കുഴച്ചു. പക്ഷേ ഇതേ പ്രദേശത്തുണ്ടായിരുന്ന ചിലർ സർക്കാരിന്റെ കണ്ണുവെട്ടിച്ച് കാട്ടുതടികൾ നദി വഴി കടത്തി പസഫിക് തീരത്ത് എത്തിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്നുണ്ടെന്ന വിവരം തോർ മനസ്സിലാക്കി. മറ്റു വഴികളില്ലാതെ ഈ തടിക്കൊള്ളക്കാരെ ആശ്രയിക്കാൻ തന്നെ തോർ തീരുമാനിച്ചു. ഒരു പ്രദേശവാസിയുടെ സഹായത്തോടെ അവരുമായി സംസാരിക്കാൻ തോറിന് സാധിച്ചു. വെള്ളപ്പൊക്കം കാരണം നദിയിലെ ജലം അധികമാണെന്നും ഇപ്പോൾ തടികൾ കൊണ്ടുപോകുന്നത് അപകടമാണെന്നും അവർ പറഞ്ഞു. പക്ഷേ തടികൾ സുരക്ഷിതമായി പസഫിക് തീരത്ത് എത്തിച്ചു തന്നാൽ കൂടുതൽ പ്രതിഫലം നൽകാമെന്ന് തോർ അവർക്ക് വാക്കുകൊടുത്തു. കൂടുതൽ പണം കിട്ടും എന്ന് കണ്ടതോടെ അവർ തടികൾ എത്തിച്ചു നൽകാൻ തയ്യാറായി. നദീതീരത്തേക്ക് എത്തിച്ച തടികൾ അവർ തമ്മിൽ കൂട്ടിക്കെട്ടി ആ നദിയിലേക്ക് ഇറക്കി. ശേഷം അതിന് മുകളിൽ കയറി നിന്ന് മുള കൊണ്ട് അതിനെ നിയന്ത്രിച്ച് കൊടും വനത്തിലൂടെ പസഫിക് തീരത്തെ ഗുവാക്കോയിലേക്ക് യാത്ര തിരിച്ചു. അവിടെ നിന്നും റോഡ് മാർഗം തടികൾ തുറമുഖ നഗരമായ ലീമയിലെ കല്ലോവയിലേക്ക് എത്തിക്കുന്നു. തോർ നടത്തുന്ന ഈ പര്യവേഷണ യാത്രയിൽ പെറുവിയൻ അധികാരികൾക്ക് വളരെയധികം താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെയുണ്ടായിരുന്ന നാവികസേനാ ക്യാമ്പിൽ ഈ ചങ്ങാടം ഉണ്ടാക്കാൻ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ അവിടുത്തെ സർക്കാർ ഉത്തരവിട്ടു. മാത്രമല്ല ഈ ചങ്ങാടത്തിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ആൾക്കാരെയും അവർ വിട്ടു നൽകി. അങ്ങനെ തോറും സംഘവും തങ്ങളുടെ ചങ്ങാടത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. ഈ ചങ്ങാടത്തിന്റെ പ്രധാന ഭാഗമായ ബേസ് നിർമ്മിക്കുന്നത് 9 ബാൽസ തടികൾ കൊണ്ടാണ്. ഇൻകകൾ കയറുകൾ നിർമ്മിച്ചിരുന്നത് മരങ്ങളുടെ വേരുകളും മറ്റും കൊണ്ടാണ്. ഇതേ വിദ്യ തന്നെ ഉപയോഗിച്ചുകൊണ്ട് തോറും സംഘവും ഒട്ടനേകം കയറുകൾ നിർമ്മിക്കുന്നു. ഈ തടികൾ കൂട്ടിക്കെട്ടുമ്പോൾ കയറുകൾ മുഴച്ചു നിൽക്കാതിരിക്കുന്നതിനായി അവർ തടിയിൽ ചാലുകൾ നിർമ്മിച്ചു. തിരമാലയിൽപ്പെട്ട് ഉലയുമ്പോൾ ഈ കയറുകൾ കൊണ്ടുള്ള കെട്ട് തെന്നിപ്പോകാതിരിക്കാൻ ഈ മരത്തടിയിൽ കൊത്തിയെടുത്ത ചാലുകൾ സഹായകരമാകും. ഈ തടികൾ തമ്മിൽ ബന്ധിക്കാനും അവർ ബാൽസ തടികൾ കൊണ്ട് നിർമ്മിച്ച വലിയ ആണികളാണ് ഉപയോഗിച്ചത്. ആധുനിക സംവിധാനങ്ങളായ ഒന്നും ഈ ചങ്ങാടത്തിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായി ഉപയോഗിച്ചില്ല. ഇരുമ്പാണികൾ, റിബേറ്റുകൾ, പ്ലാസ്റ്റിക് കയറുകൾ ഒന്നും തന്നെ ഈ ബോട്ടിന്റെ നിർമ്മാണത്തിൽ അവർ ഉപയോഗപ്പെടുത്തിയില്ല. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇൻകകൾ ചങ്ങാടം നിർമ്മിച്ച അതേ രീതിയിൽ തന്നെയാണ് തോർ ചങ്ങാടത്തിന്റെ നിർമ്മാണം നടത്തുന്നത്. 9 ബാൽസ മരത്തടികൾ കൂട്ടിക്കെട്ടി അവയ്ക്ക് മുകളിൽ ക്രോസായി വലിപ്പം കുറഞ്ഞ തടികൾ അടുക്കി വെച്ചുകൊണ്ട് അത് ബന്ധിച്ചു. അതിനു മുകളിൽ പച്ചമുള അടിച്ചു പരത്തിയ മുളകൾ വിരിച്ച് ഡക്കും നിർമ്മിച്ചു. ആണികളും മറ്റും ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ ഈ ചങ്ങാടം കൂടുതൽ ഫ്ലെക്സിബിളായി കാണപ്പെട്ടു. പ്രകൃതിയെ ഒരിക്കലും ചെറുക്കരുത്. എപ്പോഴും പ്രകൃതിക്കൊപ്പം നമ്മൾ വഴങ്ങിക്കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇൻകകളുടെ ഈ സിദ്ധാന്തം പൂർണ്ണമായും തോർ സ്വീകരിക്കുകയായിരുന്നു. അങ്ങനെ ഒരാണിയോ സ്ക്രൂവോ റിബേറ്റോ ഒന്നും തന്നെ ഉപയോഗിക്കാതെ ആ ചങ്ങാടം അവർ നീറ്റിലിറക്കി. അതിനുശേഷമാണ് ആ ചങ്ങാടത്തിൻ്റെ മധ്യഭാഗത്തായി അവർക്ക് വിശ്രമിക്കുന്നതിനായി ഒരു ചെറിയ ഹട്ട് അതിനു മുകളിൽ നിർമ്മിച്ചത്. തിരമാലകളിൽപ്പെട്ട് മറിയാതിരിക്കാനായി ഇൻകകൾ സ്വീകരിച്ചിരുന്ന സാങ്കേതിക വിദ്യയാണ് അവർ ഇതിലും ഉപയോഗിച്ചത്. അതിനുവേണ്ടി ബാൽസ തടിയിൽ തന്നെ നിർമ്മിച്ച ഒരു സ്റ്റിയറിംഗ് പോലെയുള്ള തുഴയും അവർ ഇതിൽ സെറ്റ് ചെയ്തു. വൻ തിരമാലകൾ ആഞ്ഞടിക്കുമ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി ചങ്ങാടത്തിൻ്റെ മുൻഭാഗം എപ്പോഴും തിരമാലകൾക്ക് സമാനമായിരിക്കണം.
അതിനുവേണ്ടിയാണ് ഈ സ്റ്റിയറിംഗ് അവർ ഉപയോഗിക്കുന്നത്. മരത്തിൻ്റെ വേരുകളിൽ നിർമ്മിച്ച കയറുകൾ കൊണ്ടുള്ള 300-ലധികം കെട്ടുകളും മുളകളും കൊണ്ട് അവർ ആ ചങ്ങാടത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി. നിർമ്മാണത്തിൻ്റെ അവസാന ഭാഗമായി 2 തടികളിൽ ബന്ധിച്ച് പായ്മരവും അവർ അതിൽ സ്ഥാപിച്ചു. വളരെ കട്ടി കൂടിയ, കാറ്റിൽ ഒടിയാത്ത ഒരു മരത്തടിയാണ് പായ്മരമായി അവർ ഉപയോഗിച്ചത്. ചങ്ങാടത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയതോടെ പല അതോറിറ്റികളും അധികാരികളും ഈ ചങ്ങാടം പരിശോധിക്കാനും പുരാതനമായ രീതിയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് ഉറപ്പിക്കാനും അവിടെ എത്തിയിരുന്നു. സാധാരണ ജനങ്ങൾക്കും ഈ പരിശോധനയിൽ ഭാഗമാകാൻ തോർ അനുവാദം കൊടുത്തു. 9 രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന അംബാസിഡർമാരും മന്ത്രിമാരും ഉൾപ്പെടെ ഒരു വലിയ ജനക്കൂട്ടം തന്നെ അവിടേക്ക് ഒഴുകി വന്നു. ഇങ്ങനെ വന്നു ചേർന്ന പല ഓഫീസർമാരും ഈ ചങ്ങാടം കടൽ കടക്കുന്നതിന് മുൻപ് തന്നെ തകർന്നു പോകുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. ഇതേ തുറമുഖത്തുണ്ടായിരുന്ന കപ്പൽ നിർമ്മാണ കമ്പനിയുടെ ഡയറക്ടർ ഈ ചങ്ങാടം നിരീക്ഷിച്ചതിന് ശേഷം പകുതി ദൂരം പോലും പിന്നിടുകയില്ല എന്ന് തോറിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ഇങ്ങനെയുള്ള എല്ലാ പ്രതികരണങ്ങൾക്കും വളരെ ശാന്തമായി ചിരിച്ചുകൊണ്ട് മൗനമായി നിൽക്കുകയായിരുന്നു തോർ ചെയ്തത്. ഇതിനിടയ്ക്ക് തന്നെ ഈ ചങ്ങാടത്തിൽ യാത്ര നടത്തുന്ന യാത്രക്കാരുടെ കാര്യത്തിൽ ഒരു രീതിയിലുള്ള ഉത്തരവാദിത്വവും തങ്ങൾക്കില്ല എന്നും എല്ലാ ഉത്തരവാദിത്തങ്ങളും ഈ യാത്ര നയിക്കുന്ന തോറിന് മാത്രമായിരിക്കുമെന്നും തുറമുഖത്തിൻ്റെ അധികാരികൾ അവരിൽ നിന്നും എഴുതി വാങ്ങി. ഒരിക്കലും ഈ ചങ്ങാടം പസഫിക് സമുദ്രം കടന്ന് പോളിനേഷ്യൻ ദ്വീപുകളിൽ എത്തിച്ചേരില്ല എന്ന് വാതുവെക്കാൻ പോലും ആളുകൾ മുന്നോട്ട് വന്നു. പക്ഷേ അപ്പോഴും മറ്റു ചിലർ തോറിൻ്റെയും സംഘത്തിൻ്റെയും ഓട്ടോഗ്രാഫുകൾ മേടിക്കുന്ന തിരക്കിലായിരുന്നു. ഈ ഓട്ടോഗ്രാഫിൽ മേടിക്കുന്ന പലരും കരുതിയത് ഈ ചങ്ങാടത്തിൽ യാത്ര ചെയ്യുന്ന 6 പേരുടെയും അവസാനത്തെ ഓട്ടോഗ്രാഫായിരിക്കും അത് എന്നാണ്. അങ്ങനെ ഈ ചങ്ങാടത്തിൻ്റെ നിർമ്മാണത്തിന് എല്ലാ സഹായങ്ങളും എത്തിച്ചു നൽകിയ പെറൂവിയൻ ലൈസൻ ഓഫീസറെ കണ്ട് തോർ തന്നെ നന്ദി അറിയിച്ചു. ഇൻകകളുടെ ആചാരം പോലെ തന്നെ ഒരു തേങ്ങ ഉടച്ചുകൊണ്ട് ഈ ചങ്ങാടത്തിന് അദ്ദേഹം ഒരു പേരും നൽകി. ഇൻകകളുടെ തന്നെ ഏറ്റവും പ്രധാന ദേവനായ സൂര്യനെ സൂചിപ്പിക്കുന്ന കോൺ ടിക്കി എന്നാണ് ഈ ചങ്ങാടത്തിന് തോർ നൽകിയ പേര്. ഇൻക സാമ്രാജ്യം നിലവിൽ വരുന്നതിന് മുൻപ് അതേ പ്രദേശം ഭരിച്ചിരുന്ന ഒരു വെള്ളക്കാരനായ രാജാവുണ്ടായിരുന്നു. ഇൻഡീസ് പർവ്വതനിരകളിലെ ഇൻകകളുടെ നിർമ്മിതികൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെ എന്ന് കരുതുന്ന പ്രതിമകൾ നമുക്ക് ഇന്നും കാണാൻ സാധിക്കും. അതിൽ ഒരു പ്രതിമയുടെ രൂപം ഈ ചങ്ങാടത്തിൻ്റെ പായ്മരത്തിലെ തുണിയിൽ അവർ വരച്ചു വെച്ചു. ഈ യാത്രയിൽ അവർ 56 വാട്ടർ ക്യാനുകളിലായി 1040 ലിറ്റർ കുടിവെള്ളം കൂടെ കൊണ്ടുപോകുന്നുണ്ട്. ഒരു സൈഡ് സീൽ ചെയ്തടച്ച മുളകളും പുരാതനമായ പാത്രങ്ങളുമൊക്കെ അവർ കരുതുന്നുണ്ട്. ഈ പാത്രങ്ങളിൽ ശുദ്ധജലം സംഭരിക്കുന്നതിൻ്റെ ഫലപ്രാപ്തി എത്രത്തോളമാണെന്ന് പരീക്ഷിക്കുക എന്നതായിരുന്നു തോറിൻ്റെ ലക്ഷ്യം. 200 തേങ്ങകൾ, കിലോ കണക്കിന് മധുരക്കിഴങ്ങ്, മറ്റു വിവിധ തരം പഴങ്ങൾ, ഭക്ഷണമുണ്ടാക്കാൻ കഴിയുന്ന വേരുകൾ, പിന്നെ ടിൻ ചെയ്തെടുത്ത കുറച്ച് ഭക്ഷണങ്ങൾ, അതിജീവിക്കാനുള്ള ഉപകരണങ്ങളും അതായത് കത്തി, മീൻ പിടിക്കാനുള്ള ഉപകരണങ്ങൾ അങ്ങനെയുള്ളവയും അവർ കൂടെ കരുതുന്നുണ്ട്. വാച്ച് നിർമ്മാണ കമ്പനിയായ എറ്റേർന എന്ന കമ്പനി നിർമ്മിച്ചു നൽകിയ വാട്ടർ പ്രൂഫ് സ്പോർട്സ് വാച്ചുകളും ഈ സംഘത്തിൻ്റെ കൈകളിൽ ഉണ്ടായിരുന്നു. ആശയവിനിമയത്തിനായി ഈ സംഘത്തിൽ തന്നെയുള്ള നോട്ട് ഹോഗ്ലൻഡും ടോർസ്റ്റെയിൻ റോബിയും 2ാം ലോക മഹായുദ്ധകാലത്ത് ഉപയോഗിച്ചിരുന്ന I2B എന്ന കോൾ സൈനുള്ള ഒരു അമച്വർ റേഡിയോ കയ്യിൽ കരുതിയിരുന്നു. പോളിനേഷ്യൻ ദ്വീപുകളിൽ ഇൻകകളുടെ പ്രതീകമായ നിർമ്മിതികളും പ്രതിമകളും എങ്ങനെ വന്നു എന്നും അവിടേക്ക് ഇൻകകൾ തെക്കേ അമേരിക്കയിൽ നിന്നും എങ്ങനെ എത്തിച്ചേർന്നു എന്നും തെളിയിക്കുന്നതിനായി തോർ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഇൻകകൾ പോളിനേഷ്യയിലേക്ക് കടന്നു ചെന്ന അതേ മാർഗത്തിലൂടെ അവരെ പിന്തുടർന്ന് യാത്ര ചെയ്യാൻ പോവുകയാണ് തോറും സംഘവും. നൂറ്റാണ്ടുകൾക്ക് ശേഷം 1947 ഏപ്രിൽ 28-ന് ബാഴ്സ തടികളിൽ നിർമ്മിച്ച കോൺടിക്കി എന്ന ആ ചങ്ങാടം കടലിലേക്ക് ഇറങ്ങുമ്പോൾ ഈ കടലിലുണ്ടായിരുന്ന പെലിക്കൻസുകൾ പോലും അത്ഭുതത്തോടെ പറന്നുയർന്നു. യാത്രയുടെ തുടക്കത്തിൽ തീരദേശത്തുകൂടി ആ ചങ്ങാടം കടന്നുപോയാൽ അവിടെയുള്ള യാത്രാ ബോട്ടുകളിൽ ചെന്നിടിക്കാനും അപകടം വരുത്തി വയ്ക്കാനും സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി ഒരു നാവികസേനാ ബോട്ടിൽ ഈ ചങ്ങാടം കൂടുതൽ ഉൾക്കടലിലേക്ക് കെട്ടിവലിച്ച് കൊണ്ടുപോകുന്നു. കോൺടിക്കി എന്ന ഈ ചങ്ങാടത്തിൻ്റെ യാത്ര വീഡിയോയിൽ പകർത്തുന്നതിനായി ഒരാൾക്ക് മാത്രം ഇരിക്കാൻ സാധിക്കുന്ന ഒരു ലൈഫ് ബോട്ടും അവർ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. കോൺടിക്കിയുടെ യാത്രയുടെ വീഡിയോ നമുക്ക് ഇന്നും യൂട്യൂബിൽ ലഭ്യമാണ്. വൻ തിരമാലകളിൽ തുള്ളിക്കളിച്ചൊഴുകുന്ന ഈ ചങ്ങാടത്തിൻ്റെ വീഡിയോകൾ എടുക്കാനായി അവരുടെയൊപ്പം ബോട്ടോ ചെറു കപ്പലോ ഒന്നും പോയിരുന്നില്ല. അവർ കൂടെ കൊണ്ടുപോയ ഈ ചെറിയ ലൈഫ് ബോട്ടിൽ കയറി അത് ചങ്ങാടത്തിൽ ബന്ധിച്ചതിന് ശേഷം അതിലിരുന്ന് എടുത്ത വീഡിയോകളാണ് അതിൽ പലതും. വീഡിയോ എടുത്തതിന് ശേഷം കയറിൽ വലിച്ചടിപ്പിച്ച് ആ ചങ്ങാടത്തിലേക്ക് അവർ തിരിച്ചു കയറും. എന്തായാലും ഇപ്പോൾ അവരെ കെട്ടിവലിച്ച് ഉൾക്കടലിലേക്ക് എത്തിച്ച ബോട്ടും അവരോട് യാത്ര പറഞ്ഞ് തിരികെ തീരത്തേക്ക് യാത്രയായി. ആൻഡീസ് പർവ്വതനിരകളിലെ മഴക്കാടുകളിൽ ഉണ്ടായിരുന്ന ബാൽസ തടികളിൽ നിർമ്മിച്ച ഒരു ചെറിയ ചങ്ങാടത്തിലാണ് ഇപ്പോൾ തോറും സംഘവുമുള്ളത്. അവർക്ക് സഞ്ചരിക്കേണ്ടത് 5000-ലധികം മൈലുകൾ ദൂരത്തുള്ള പോളിനേഷ്യൻ ദ്വീപുകളിലേക്കാണ്. ഈ യാത്രയിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഈ യാത്ര
ചങ്ങാടത്തിലുള്ള 6 പേരുമല്ല നിയന്ത്രിക്കുന്നത്. അവർക്ക് അതിൽ സമയം ചിലവഴിക്കുക എന്ന ജോലി മാത്രമേ ഉള്ളൂ. ഇനി കാറ്റും സമുദ്രജല പ്രവാഹവും അവരെ നിയന്ത്രിക്കും. പസഫിക് സമുദ്രത്തിൽ വീശിയടിച്ച ഒരു ചെറിയ തണുത്ത കാറ്റ് ആ ചങ്ങാടത്തെ പതിയെ മുന്നോട്ട് നയിക്കുന്നു. ഇൻകകൾ ചങ്ങാടം നിർമ്മിച്ചത് എങ്ങനെയാണ് എന്ന് തോർ പഠനത്തിലൂടെ മനസ്സിലാക്കിയതാണ്. പക്ഷേ അതിനെ എങ്ങനെ നിയന്ത്രിക്കണമെന്ന് ഈ 6 പേരിൽ ആർക്കും അറിയില്ലായിരുന്നു. ഇനി മുന്നോട്ടുള്ള ഓരോ നിമിഷവും അവർക്ക് സംഭവിക്കുന്ന ഓരോ പിഴവുകളും അവർക്ക് പുതിയ പാഠങ്ങൾ നൽകും. അവർ പരീക്ഷിക്കുന്ന ഓരോ നീക്കങ്ങളും വിജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്യുമ്പോൾ അവർക്ക് മുന്നിൽ പുതിയ വഴികൾ രൂപപ്പെടും. യാത്രയിലുടനീളം ഒരാൾ ഈ ചങ്ങാടത്തെ നിയന്ത്രിക്കുന്ന തുഴ പിടിക്കേണ്ടതുണ്ടെന്ന് ആദ്യമൊക്കെ അവർ കരുതി. പക്ഷേ മുന്നോട്ട് പോകുമ്പോൾ ഈ ചങ്ങാടത്തിൻ്റെ പ്രത്യേകതകൾ പതുക്കെ പതുക്കെ അവർക്ക് മനസ്സിലായി വന്നപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് അവർ ഉറപ്പിച്ചു. ഒരുവിധമുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ സംഭവിക്കുന്ന കടലിൻ്റെ മാറ്റങ്ങൾക്കൊപ്പം ഈ ചങ്ങാടം ഇണങ്ങിച്ചേരുന്നത് അവർ അനുഭവിച്ചറിഞ്ഞു. മൊത്തത്തിൽ പറഞ്ഞാൽ കോണ്ടിക്കി എന്ന ചങ്ങാടം നിയന്ത്രിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും അവർക്കുണ്ടായില്ല. എങ്കിൽ തന്നെയും ചങ്ങാടത്തിൻ്റെ കെട്ടുകൾ വിട്ടുപോകുന്നുണ്ടോ എന്ന് നിരന്തരം നിരീക്ഷിക്കുകയും കാറ്റിൻ്റെ ഗതിയിൽ മാറ്റം വന്നാൽ ആവശ്യമെങ്കിൽ മാത്രം ക്രമീകരണം നടത്താൻ എപ്പോഴും തുഴയുടെ അടുത്ത് ഒരാൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. കടലിൽ വീശിയടിക്കുന്ന കാറ്റിനും തിരമാലയ്ക്കുമെതിരെ വളരെ ശക്തമായി തങ്ങളുടെ ചങ്ങാടം നിലകൊള്ളുമെന്നും അവർ വിശ്വസിച്ചു. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ കടലിൽ അധികം യാത്ര ചെയ്യാത്തത് കൊണ്ട് തന്നെ 6 പേർക്കും കടൽ ചുരുക്ക് ബാധിച്ചു. പലർക്കും തലവേദനയും ഛർദിലും ക്ഷീണവും ഒക്കെ അനുഭവപ്പെട്ടു. ഈ ചങ്ങാടത്തിൽ തന്നെ ഉണ്ടായിരുന്ന ലോലിറ്റ എന്ന തത്തയ്ക്കും ഇതേ ക്ഷീണവും തളർച്ചയും അനുഭവപ്പെടുന്നത് തോർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആകെ ക്ഷീണിതയായ ലോലിറ്റ ഡക്കിൻ്റെ ഒരു മൂലയിൽ കിടക്കുകയാണ്. തത്തയെ കയ്യിലെടുത്ത് തോർ തൻ്റെ കയ്യിലിരുന്ന ഒരു തുണിക്കഷ്ണത്തിൽ പൊതിഞ്ഞ് ചങ്ങാടത്തിൻ്റെ നടുവിൽ അവൾക്ക് വിശ്രമിക്കാനായി ഉണ്ടാക്കിയ കൂടിനുള്ളിൽ വെച്ചു. ആ തുണിയുടെ ചൂട് പറ്റിയതുകൊണ്ടാകണം അവൾ അനങ്ങാതെ അവിടെ തന്നെ ഇരുന്നു. 4 ദിവസങ്ങൾ കടന്നുപോയതോടെ തോറും സംഘവും അവരുടെ ആരോഗ്യം വീണ്ടെടുത്തു. ലോലിറ്റയും ഇപ്പോൾ ഉന്മേഷവതിയായി കാണപ്പെട്ടു. ചങ്ങാടത്തിലേക്ക് വെള്ളം കയറുന്നുണ്ട് എങ്കിലും അതേ സ്പീഡിൽ തന്നെ ആ വെള്ളം തിരികെ പോകുന്നുമുണ്ട്. വീശിയടിക്കുന്ന കാറ്റിനനുസരിച്ച് പായ്മരം അവർ നിയന്ത്രിച്ചുകൊണ്ടേയിരുന്നു. ഒരു കോർക്ക് പോലെ ആ ചങ്ങാടം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയായിരുന്നു. ചില ഘട്ടങ്ങളിൽ ഈ ചങ്ങാടത്തിൽ അവർ നിർമ്മിച്ചു വെച്ചിരുന്ന സ്റ്റിയറിംഗ് പോലെയുള്ള ഭാഗം പ്രവർത്തിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ട് വന്നു. ശക്തമായ കാറ്റിൽ ചങ്ങാടം ആടിയുലയുമ്പോൾ നിയന്ത്രിക്കാൻ അവർ പാടുപെടുന്നുണ്ടായിരുന്നു. പക്ഷേ ദിവസങ്ങൾ ചെല്ലുന്തോറും അവർ ഇക്കാര്യത്തിൽ കൂടുതൽ പ്രാപ്തരായി മാറി. ചങ്ങാടത്തിൻ്റെ ഡക്ക് ഭാഗം മുളയിൽ നിർമ്മിച്ചതായതുകൊണ്ട് തന്നെ വഴുക്കലുള്ളതായിരുന്നു. ചങ്ങാടത്തിൻ്റെ 4 വശവും സംരക്ഷണ ഭിത്തി ഇല്ലാത്തതുകൊണ്ട് അവർ വളരെ സൂക്ഷിച്ചാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നത്. അങ്ങനെ കോണ്ടിക്ക് കാറ്റിനനുസരിച്ച് അവരുടെ സഞ്ചാരം മുന്നോട്ട് തുടർന്നു. എപ്പോഴും കാറ്റിൻ്റെ ദിശ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ മുന്നോട്ട് കൂടുതൽ ദൂരം സഞ്ചരിക്കുമ്പോൾ അതേ രൂപത്തിൽ തന്നെ പിന്നീട് തിരിച്ചും അവർക്ക് സഞ്ചരിക്കേണ്ടി വരുന്നുണ്ട്. കാറ്റിൻ്റെ സ്വഭാവം അനുസരിച്ച് ഈ പ്രവൃത്തി പലപ്പോഴും നടന്നുകൊണ്ടിരുന്നു. ബാഴ്സ മരത്തിൻ്റെ തന്നെ ചെറിയ തടിക്കഷ്ണങ്ങൾ ഉപയോഗിച്ചാണ് അവർ ഈ ചങ്ങാടത്തിൻ്റെ വേഗതയും യാത്ര ചെയ്യുന്ന ദൂരവും ഒക്കെ മനസ്സിലാക്കിയത്. ചങ്ങാടത്തിൻ്റെ ഒരു കോണിലിരുന്ന് ആരെങ്കിലും ഒരാൾ ഒരു മരക്കഷ്ണം വെള്ളത്തിലേക്ക് എറിയും. ആ മരക്കഷ്ണത്തിൽ നിന്നും അവർക്ക് എത്ര വേഗത്തിലാണ് മുന്നോട്ട് സഞ്ചരിക്കുന്നത് എന്ന് കണക്കാക്കാൻ സാധിക്കുമായിരുന്നു. ഒരു ദിവസം എറിക് ഹെസൽബർഗ് തൻ്റെ ക്യാമറ ഉപയോഗിച്ച് ചില ചിത്രങ്ങൾ പകർത്തുകയായിരുന്നു. ഈ സമയത്ത് ഒരു സ്രാവ് ഈ ചങ്ങാടത്തിൻ്റെ ഒപ്പം നീന്തുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. രാത്രിയിൽ കാണുന്ന നക്ഷത്രങ്ങളുടെ സഹായത്തോടെ അവർ എപ്പോഴും എവിടെയാണ് ഉള്ളത് എന്ന് നിർണ്ണയിക്കുമായിരുന്നു. ഭക്ഷണം പാകം ചെയ്യുന്നതിനായി അവർ ഈ ചങ്ങാടത്തിൻ്റെ ഒരു ഭാഗത്തായി വിറകുകൾ കൊണ്ട് തീ കൂട്ടാൻ പറ്റുന്ന രീതിയിൽ ചെയ്തെടുത്തിരുന്നു. അതിൽ നിന്നും ചങ്ങാടത്തിലേക്ക് തീ പിടിക്കാതിരിക്കാൻ കളിമണ്ണ് കൊണ്ട് ചുറ്റും പൊതിയുകയും ചെയ്തിട്ടുണ്ട്. അവിടേക്ക് വെള്ളം കയറാതിരിക്കാൻ ബാഴ്സ മരത്തിൻ്റെ തന്നെ പലക ഉപയോഗിച്ച് ഒരു അടപ്പും അവർ നിർമ്മിച്ചിരുന്നു. കയ്യിലുള്ള ഭക്ഷണശേഖരം കൊണ്ട് അവർക്കിഷ്ടപ്പെട്ട യൂറോപ്യൻ രീതിയിലുള്ള ഭക്ഷണങ്ങൾ പാചകം ചെയ്യാനാണ് പരമാവധി ശ്രമിച്ചിരുന്നത്. പക്ഷേ പാചകം ചെയ്യുന്ന സമയത്ത് തിരമാലകളിൽപ്പെട്ട് ചങ്ങാടം ഇളകി മറിയുമ്പോൾ പല അവസരത്തിലും ചങ്ങാടത്തിലേക്ക് തീ പടർന്നു പിടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെയാണ് അവർ ഈ അടുപ്പ് കൈകാര്യം ചെയ്തത്. എങ്കിലും ഒരു തവണ അടുപ്പിൽ നിന്നും അവർക്ക് വിശ്രമിക്കാനായി മുളയിൽ നിർമ്മിച്ച ആ ചെറിയ ഹട്ടിലേക്ക് തീ പടർന്നു പിടിച്ചു. തുടക്കത്തിൽ തന്നെ കണ്ടതുകൊണ്ട് അവർക്ക് തീ പെട്ടെന്ന് അണയ്ക്കാൻ സാധിച്ചു. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ബോറടിക്കുമായിരുന്നു. ഈ ബോറടിക്കുന്ന സമയത്ത് അവർ ഈ ക്യാമറ ഉപയോഗിക്കാനായി കൊണ്ടുവന്ന ചെറിയ ബോട്ടിൽ കയറി ദൂരെ നിന്നുകൊണ്ട് തങ്ങളുടെ ചങ്ങാടം നോക്കുമായിരുന്നു. ഇതായിരുന്നു തുടക്കത്തിൽ അവർക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു വിനോദം. ഒരു തവണ ഇതുപോലെ ചങ്ങാടത്തിൽ നിന്നും ലൈഫ് ബോട്ടിൽ ഇറങ്ങി. പക്ഷേ ഇത്തവണ എന്നത്തെയും പോലെ ബോട്ടിനെ ചങ്ങാടവുമായി അവർ ബന്ധിച്ചിരുന്നില്ല. അവർ തുഴകൾ ഉപയോഗിച്ച് തുഴഞ്ഞ് അല്പദൂരം ചെന്നു. അപ്രതീക്ഷിതമായി കാറ്റിൻ്റെ വേഗത കൂടി. ഇതോടെ ചങ്ങാടം വളരെ വേഗത്തിൽ മുന്നോട്ട് ചലിച്ചു. ചങ്ങാടത്തിലേക്ക് തിരികെ എത്താനായി അവർ ശക്തിയായി ഈ ലൈഫ് ബോട്ട് തുഴഞ്ഞു. പക്ഷേ എത്ര തുഴഞ്ഞിട്ടും ചങ്ങാടത്തിനടുത്തെത്താൻ അവർക്ക് സാധിച്ചില്ല. കോണ്ടിക്കി എന്ന ചങ്ങാടത്തിന് ഒരിക്കലും കാറ്റിനെതിരെ നീങ്ങാൻ സാധിക്കുകയില്ല. കാറ്റിൻ്റെ വേഗതയനുസരിച്ച് അതിൻ്റെ വേഗതയും കൂടും. അവർ പെട്ടെന്ന് വേഗത കുറയ്ക്കാനായി പായ്മരം താഴ്ത്തിയെങ്കിലും മുളകളിൽ നിർമ്മിച്ച ചെറിയ ഹട്ടിൽ തട്ടിയ കാറ്റിൻ്റെ മർദ്ദം കാരണം കോണ്ടിക്കി വീണ്ടും മുന്നോട്ട് തന്നെ കുതിച്ചു. വളരെ വലിയ ഒരു അപകടം തന്നെയാണ് അവർക്ക് മുന്നിൽ വന്നുപെട്ടിരിക്കുന്നത്.
പക്ഷേ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് കാറ്റിൻ്റെ വേഗത പെട്ടെന്ന് കുറഞ്ഞു. ലൈഫ് ബോട്ടിലുള്ളവർ വളരെ വേഗത്തിൽ തുഴഞ്ഞ് ഈ ചങ്ങാടത്തിൻ്റെ അരികിലേക്ക് എത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. തോർ ചങ്ങാടത്തിലുണ്ടായിരുന്ന ഒരു കയറെടുത്ത് അവർക്ക് നേർക്കെറിഞ്ഞു. 1-2 വട്ടം അവർക്കതിൽ പിടിക്കാൻ സാധിച്ചില്ല. അല്പം കൂടി ശക്തിയായി തുഴഞ്ഞ് അവർ കുറച്ചുകൂടി ചങ്ങാടത്തിൻ്റെ അരികിലേക്കെത്തി. തോർ എറിഞ്ഞു കൊടുത്ത കയറിൽ അവർ പിടുത്തമിട്ടു. അവർ ആ കയറിൽ പിടിച്ച് വലിച്ച് ചങ്ങാടത്തിൽ എത്തിച്ചേർന്നു. ഈ സംഭവത്തോടെ കയർ ബന്ധിക്കാതെ ഇനി മുതൽ ഈ ലൈഫ് ബോട്ട് ചങ്ങാടത്തിൽ നിന്ന് ഇറക്കുന്നത് പൂർണ്ണമായും തോർ നിരോധിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. അവർ തങ്ങളുടെ വഴിയിൽ ഇതുവരെ ഒരു കപ്പൽ പോലും കണ്ടിട്ടില്ല. അവരുടെ കൂടെ ഉണ്ടായിരുന്ന ലോലിറ്റ എന്ന തത്ത ശരിക്കും അപ്പോഴേക്കും ഒരു കടൽ പക്ഷിയായി മാറിക്കഴിഞ്ഞിരുന്നു. കടൽ ശാന്തമായിരിക്കുമ്പോൾ അവൾ പറന്നുയർന്നും പലതരം പ്രകടനങ്ങൾ കാണിച്ചും തോറിനെയും സംഘത്തെയും രസിപ്പിക്കുമായിരുന്നു. കാറ്റിന്റെ വേഗത കൂടുമ്പോൾ അവൾക്കായി ഒരുക്കിയിരുന്ന മുളയിൽ നിർമ്മിച്ച കൂടിനുള്ളിൽ അടയ്ക്കുമ്പോഴായിരുന്നു അവളെ അസ്വസ്ഥയായി കണ്ടത്. അല്ലെങ്കിൽ അവൾ വളരെ സന്തോഷവതിയായി കാണപ്പെട്ടു. അങ്ങനെ 1 മാസം കൂടി കടന്നുപോയി. കടലിന്റെ ശാന്തമായ ഒഴുക്ക് അവരെ വടക്ക് ദിശയിലേക്ക് പതിയെ നയിക്കുകയാണ്. അവർ ഇപ്പോൾ പസഫിക് സമുദ്രത്തിന്റെ കുറുകെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. സമുദ്രപ്രവാഹം അവരുടെ വേഗതയുടെ 1/3 ഭാഗം മാത്രമാണ് അവർക്ക് സമ്മാനിച്ചത്. വേഗതയുടെ ഭൂരിഭാഗവും അവർക്ക് നൽകിയത് വീശിയടിച്ച കാറ്റ് തന്നെയാണ്. ഇപ്പോൾ കടൽ വളരെ ശാന്തമാണ്. കാറ്റ് വളരെ സ്ഥിരതയുള്ളതായി മാറിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ചങ്ങാടത്തെ നിയന്ത്രിക്കുന്ന ജോലി ശ്രദ്ധിക്കാറേയില്ല. ശരിക്കും പറഞ്ഞാൽ ഈ സന്ദർഭങ്ങളിൽ അവർ ഒരു ഉട്ടോപ്യൻ രീതിയിലാണ് ജീവിക്കുന്നതെന്ന് പോലും അവർക്ക് തോന്നി. ചങ്ങാടം നിയന്ത്രിക്കുന്നതിനായി അവർ നിർമ്മിച്ച സ്റ്റിയറിംഗ് അതിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് അത് അലസമായി മുകളിലേക്കും താഴേക്കും ആടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ പല ദിവസങ്ങളിലും അവർ ഭക്ഷണത്തിനായി മീൻ പിടിക്കുന്നുണ്ട്. ചില സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് മീൻ കിട്ടുമ്പോൾ ചില സമയങ്ങളിൽ കുറച്ചു നേരം കാത്തിരിക്കേണ്ടിയും വരും. പക്ഷേ അവർ പിടിക്കാൻ ശ്രമിക്കാതെ തന്നെ അവർക്ക് ഭക്ഷിക്കാനായി മീനുകൾ ഈ ചങ്ങാടത്തിലേക്ക് പറന്നു കയറുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് ഫ്ലൈയിങ് ഫിഷുകളായിരുന്നു. അവ കടലിൽ നിന്നും കൂട്ടത്തോടെ പറന്നു പൊങ്ങി പറക്കാൻ ശ്രമിക്കുമ്പോൾ അവയിൽ ചിലത് ഈ ചങ്ങാടത്തിൽ വന്ന് പെട്ടുപോകും. ആ മീനുകൾ ശേഖരിച്ച് അവർ ഭക്ഷണമുണ്ടാക്കി. കൂടുതലും രാത്രികളിലാണ് ഫ്ലൈയിങ് ഫിഷുകൾ ചങ്ങാടത്തിൽ വന്നു പെടുന്നത്. തോറും സംഘവും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ മീനുകളെ ഒരു പാത്രത്തിൽ പറക്കിയെടുക്കുക, പാകം ചെയ്ത് ഭക്ഷിക്കുക, ഇത്രയും ചെയ്താൽ മതിയായിരുന്നു. ഈ മീനിനെ ഭക്ഷിക്കാൻ വളരെ രുചിയാണെന്നും തോർ പിന്നീട് കുറിക്കുന്നുണ്ട്. ഇങ്ങനെ അവരുടെ ചങ്ങാടത്തിൽ വന്നുപെട്ട മീനുകളുടെ കൂട്ടത്തിൽ അന്നുവരെ മനുഷ്യരാൽ കാണപ്പെടാത്ത അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്യപ്പെടാത്ത മത്സ്യങ്ങളും ഉണ്ടായിരുന്നു. ഹോഗ്ലൻഡ് വെറുതെ ഇരിക്കുമ്പോൾ സമയം കളയാനായി ചങ്ങാടത്തിൽ തന്നെ ഉണ്ടായിരുന്ന ബാൽസാമരത്തിന്റെ ചെറിയ തടിക്കഷ്ണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർ സഞ്ചരിച്ച കോൺടിക്കി എന്ന ഈ ചങ്ങാടത്തിന്റെ ഒരു ചെറിയ രൂപം നിർമ്മിച്ചു. കാലാവസ്ഥ ശാന്തമായിരിക്കുമ്പോൾ ജീവിതം ആസ്വദിക്കാൻ ഏറ്റവും നല്ല ഇടം ഈ ചങ്ങാടത്തിൽ പസഫിക്കിന് കുറുകെ യാത്ര ചെയ്യുന്നതാണെന്ന് പോലും അവർക്ക് തോന്നി. കടൽ ശാന്തമായിരിക്കുമ്പോൾ അവർ ചങ്ങാടത്തിലെ കെട്ടുകൾ പരിശോധിക്കുകയും എല്ലാം സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുമായിരുന്നു. ഈ ചങ്ങാടത്തിന്റെ ഏതാണ്ട് മധ്യഭാഗത്തായി ഭക്ഷണങ്ങൾ സൂക്ഷിക്കാനായി മരത്തടിയിലും മുളകളിലും നിർമ്മിച്ച ഒരു അറയുണ്ടായിരുന്നു. അതിലാണ് അവർ അവരുടെ ഭക്ഷണവും റേഷനും അത്യാവശ്യ സാധനങ്ങളും ഒക്കെ സൂക്ഷിച്ചിരുന്നത്. ആ ഭാഗത്തേക്കും വെള്ളം കയറിയിട്ടില്ല എന്ന് അവർ ഇടയ്ക്കിടെ ഉറപ്പുവരുത്തുമായിരുന്നു. അവരുടെ കയ്യിൽ മത്സ്യബന്ധനം നടത്താൻ അന്നത്തെ ആധുനികമായ സജ്ജീകരണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അവർ അതൊന്നും ഉപയോഗിക്കാതെയാണ് മുന്നോട്ട് പോയത്. പരമ്പരാഗതമായ രീതിയിലുള്ള ഭക്ഷണവും മത്സ്യബന്ധനവും നടത്തി അത് മാത്രം ചെയ്തുകൊണ്ട് ആ യാത്ര പൂർത്തീകരിക്കുക എന്നത് തോറിനെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമുള്ളതാണ്. ചങ്ങാടത്തിലുണ്ടായിരുന്ന ലോലിറ്റ എന്ന തത്തയ്ക്ക് കഴിക്കാൻ ഏറ്റവും ഇഷ്ടം അവരുടെ കൂട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ഉണക്കത്തേങ്ങയായിരുന്നു. അവൾ തോറും സംഘവും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സാവധാനം നോക്കിക്കാണുമായിരുന്നു. കരയിലെത്തിയതിനു ശേഷം ആർക്കോ ഇതിൻ്റെയൊക്കെ റിപ്പോർട്ട് കൊടുക്കണമെന്ന പോലെയാണ് അവൾ ഇതൊക്കെ നോക്കിക്കാണുന്നത്. ഹെർമൻ വാട്സിംഗർ ഈ യാത്രയിലുടനീളം സംഭവിച്ച കാര്യങ്ങളൊക്കെ അപ്പോൾ തന്നെ ഡയറിയിൽ കുറിക്കുന്നുണ്ടായിരുന്നു. യാത്ര പുറപ്പെടും മുൻപ് തുറമുഖത്തുണ്ടായിരുന്ന നേവി ക്യാമ്പിൽ നിന്നും അവർക്ക് യാത്രയിൽ ഉപയോഗപ്രദമാകുന്ന രീതിയിൽ ഭക്ഷണങ്ങൾ പാക്ക് ചെയ്ത് നൽകിയിരുന്നു. പുരാതന മനുഷ്യർ ഇതുപോലെയുള്ള പാക്ക് ചെയ്ത ഭക്ഷണങ്ങൾ ഉപയോഗിച്ചിട്ടില്ലായിരിക്കാം. അവർ ഭക്ഷണങ്ങൾ സൂക്ഷിക്കാനും കണ്ടെത്താനും മറ്റു മാർഗങ്ങളായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക. എത്ര ഉപയോഗിച്ചാലും തീരാത്ത ഭക്ഷണം ആ കടൽ അവർക്ക് നൽകും. അതുകൊണ്ട് തന്നെ ചങ്ങാടത്തിൽ ഭക്ഷ്യവസ്തുക്കളുടെ അഭാവം അവരെ ബാധിച്ചിട്ടുണ്ടാകില്ല. ഇതൊക്കെ തോറിന്റെ ചിന്തകളായിരുന്നു. ഒടുവിൽ തോറിന് ഈ ചോദ്യത്തിന്റെ ഉത്തരങ്ങളും കിട്ടിത്തുടങ്ങി. ചങ്ങാടത്തിനരികിലൂടെ ഒരു ഭയവുമില്ലാതെ നീന്തിപ്പോകുന്ന ഡോൾഫിൻ ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങളെ അദ്ദേഹം കണ്ടു. അവയെ വേട്ടയാടുന്നത് വളരെ എളുപ്പമായിരുന്നു. തെക്കേ അമേരിക്കയിൽ നിന്നും പോളിനേഷ്യയിലേക്ക് ഒരു ചങ്ങാടത്തിലെ യാത്രയിൽ സമുദ്രമധ്യത്തിൽ ആഹാരം ലഭിക്കാതെ പട്ടിണി കിടന്ന് മരണപ്പെടാമെന്ന് അദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങളെ എതിർത്തിരുന്നവർ വാദിച്ചിരുന്നു. അതിൻ്റെ ഉത്തരമാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ബോട്ടിലോ കപ്പലിലോ സഞ്ചരിക്കുമ്പോൾ അതിൽ പ്രവർത്തിക്കുന്ന പ്രൊപ്പല്ലറുകളുടെ ശബ്ദം കാരണം മീനുകൾ അതിൽ നിന്നും അകന്നു നിൽക്കും. പക്ഷേ ബാൽസാ മരത്തടികളിൽ നിർമ്മിച്ച ഒരു ചങ്ങാടത്തിൽ സമുദ്രമാർഗം ശബ്ദമില്ലാതെ ശാന്തമായി ഒഴുകി നടക്കുമ്പോൾ പലയിനം മീനുകളും ഈ ചങ്ങാടത്തിന്റെ അടിഭാഗം അവരുടെ വാസസ്ഥലമായി മാറ്റുന്നത് തോർ കണ്ടറിഞ്ഞു.
മാത്രമല്ല മറ്റു മീനുകൾ ഭയമില്ലാതെ ചങ്ങാടത്തിനരികിലൂടെ നീന്തി നടക്കും. ഇപ്പോൾ തോർ കണ്ട ഡോൾഫിനുകൾ സാധാരണയായി കാണപ്പെടുന്ന ഡോൾഫിനുകളല്ല, തിമിംഗലങ്ങളുടെ വർഗത്തിൽപ്പെട്ട ഒരിനം ഡോൾഫിനുകളായിരുന്നു അത്. അവ സസ്തനികളുമാണ്. ഈ കണ്ടെത്തലുകൾ സത്യത്തിൽ തോറിൻ്റെ സിദ്ധാന്തങ്ങളെ വളരെയധികം സാധൂകരിക്കുന്നത് തന്നെയായിരുന്നു. ഇങ്ങനെയുള്ള യാത്രകളിൽ ഭക്ഷണം ലഭിക്കാതെ എല്ലാവരും മരണപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ള മറ്റുള്ളവരുടെ വാദം ഇല്ലാതായിരിക്കുന്നു. മത്സ്യത്തെ പിടിക്കുക എന്നത് വളരെ എളുപ്പമുള്ള കാര്യമായി മാറിയിരിക്കുകയാണ്. ഭക്ഷണം തയ്യാറാക്കുന്നതിന് തൊട്ടു മുൻപ് ചങ്ങാടത്തിനരികിലേക്ക് മീൻ പിടിക്കുന്ന കൊളുത്ത് ഇട്ടുകൊടുത്താൽ മാത്രം മതിയായിരുന്നു അവർക്ക്. അതിലും വളരെ എളുപ്പം നീളമുള്ള ഒരു കമ്പിൽ കൊളുത്ത് ഫിറ്റ് ചെയ്തുകൊണ്ട് മീനുകളെ കൊളുത്തുകൊണ്ട് കുത്തിയെടുക്കുക എന്നതായിരുന്നു. അവർ പിടിച്ച ഡോൾഫിനുകൾക്ക് മൂർച്ചയുള്ള പല്ലുകളുണ്ടായിരുന്നു. അവയുടെ കടി കിട്ടാതെ സൂക്ഷിക്കുക എന്നുള്ളത് ഒരു ടാസ്ക് തന്നെയായിരുന്നു. തടി കൊണ്ട് ആ മീനിൻ്റെ തലയ്ക്കടിച്ച് പെട്ടെന്ന് കൊല്ലുക എന്നതാണ് അവർ അതിന് കണ്ടെത്തിയ ഒരു മാർഗം. ഈ മീനുകളുടെ ലിംഫ് ഗ്രന്ഥികളിൽ ഉപ്പിൻ്റെ അംശം കുറഞ്ഞ ജലവുമുണ്ടെന്ന് അവർ കണ്ടെത്തി. കഴിക്കാൻ ഭക്ഷണം മാത്രമല്ല, കുടിക്കാൻ ജലവും ഈ മത്സ്യത്തിൽ നിന്നും അവർക്ക് ലഭിച്ചിരുന്നു. ഈ വെള്ളത്തിന് അത്രയൊന്നും രുചിയില്ലായിരുന്നുവെങ്കിലും ആവശ്യഘട്ടങ്ങളിൽ കുടിക്കാൻ സാധിക്കുമായിരുന്നു. അതായത് ഒരു മനുഷ്യന് ദാഹം ശമിപ്പിക്കാൻ അത് ധാരാളമായിരുന്നു. പെറുവിൽ നിന്നും ചങ്ങാടങ്ങൾ വഴി കടലിലേക്ക് യാത്ര ചെയ്ത ആദിമ മനുഷ്യർക്ക് അതിജീവിക്കാൻ ആവശ്യമായ എല്ലാം ഈ കടൽ തന്നെ നൽകിയിരുന്നു. മുളകളിലും മറ്റു പുരാതനമായ പാത്രങ്ങളിലും അവർ ശേഖരിച്ചിരുന്ന ജലം ഈ യാത്ര പൂർത്തീകരിക്കാൻ പ്രാപ്തമാണ് എന്ന് തെളിഞ്ഞു. മാത്രമല്ല, അവർ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ ഇടയ്ക്കിടെ പെയ്ത മഴയിൽ നിന്നും ആവശ്യത്തിന് ശുദ്ധജലവും ശേഖരിക്കാൻ അവർക്ക് സാധിച്ചു. മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർ മറ്റൊരു പരീക്ഷണം കൂടി നടത്തി. ഉപ്പ് കലർന്ന സമുദ്രജലത്തിൽ 60% ശുദ്ധജലം കലർത്തി അത് ദൂഷ്യഫലങ്ങളില്ലാതെ ദാഹമകറ്റാൻ ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് അവർ ഉറപ്പിച്ചു. അങ്ങനെ വീണ്ടും ദിവസങ്ങൾ കടന്നു പോവുകയാണ്. ഒരു ദിവസം ബെങ്കറ്റ് ഡാനിയൽസൺ ഉറക്കെ ശബ്ദമുണ്ടാക്കുന്നത് കേട്ട് എല്ലാവരും അവനെ നോക്കി. അവൻ അങ്ങ് ദൂരെ എന്തോ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടായി. അവിടെ അവർ കണ്ടത് വലിയ തിമിംഗലങ്ങളെയായിരുന്നു. അത് നീങ്ങി അടുത്തോട്ട് വരുന്നുണ്ട്. അതിൻ്റെ മുതുകിൽ നിന്നും വെള്ളം ചീറ്റുന്ന കാഴ്ചയും അവർ കണ്ടു. കാണാൻ ഭയാനകവുമാണ്, ഭംഗിയുമാണ്. പക്ഷേ ഇപ്പോൾ അവർ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു അപകടം ഈ ചങ്ങാടത്തേക്കാൾ വലിപ്പമുള്ള തിമിംഗലങ്ങൾ അവർക്ക് നേരെ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. അതിൻ്റെ ചിത്രങ്ങൾ പകർത്തുക എന്നതല്ലാതെ അവിടെ ഒന്നും തന്നെ അവർക്ക് ചെയ്യാനുണ്ടായിരുന്നില്ല. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവർ നോക്കി നിൽക്കുകയാണ്. ചങ്ങാടത്തിൻ്റെ അരികിലേക്ക് വരുംതോറും ഈ തിമിംഗലങ്ങൾ വേഗത വർദ്ധിപ്പിച്ചു. ഏതാനും അടികൾ മാത്രം ദൂരെ വെച്ച് അവർ ചങ്ങാടത്തിൻ്റെ അരികിലൂടെ സമുദ്രത്തിനുള്ളിലേക്ക് ഊളിയിട്ടു. ഒരു വലിയ ദുരന്തം തലനാഴിലേക്ക് ഒഴിഞ്ഞുപോയ സന്തോഷത്തോടെ അവർ പരസ്പരം നോക്കി. പക്ഷേ ഈ ആശ്വാസത്തിന് നിമിഷങ്ങൾ മാത്രമേ ആയുസ്സുണ്ടായിരുന്നുള്ളൂ. ചങ്ങാടത്തിൻ്റെ വലതുഭാഗത്തായി അവരുടെ നേർക്ക് നീങ്ങി വരുന്ന മറ്റൊരു തിമിംഗലത്തെ അവർ കണ്ടു. ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവിടെ നിന്നും ഒന്നല്ല, രണ്ടല്ല, ഒരു കൂട്ടം തിമിംഗലങ്ങൾ ചങ്ങാടത്തിന് ചുറ്റുമായി ഉയർന്നു വന്നു. ഇതിൽ അതിശയോക്തി എന്തെന്നാൽ എല്ലാ തിമിംഗലങ്ങളും ലക്ഷ്യം വെക്കുന്നത് അവരുടെ ചങ്ങാടത്തെ തന്നെയാണ്. തിമിംഗലങ്ങൾ അവയുടെ വാലുകൊണ്ട് ചെറു ബോട്ടുകളെയും മറ്റും ആക്രമിക്കാറുണ്ട്. ഒന്നും രണ്ടുമല്ല, ഒരു കൂട്ടം തിമിംഗലങ്ങളാണ് ഇപ്പോൾ കോൺടിക്ക് നേരെ പാഞ്ഞു വരുന്നത്. എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ തോറും സംഘവും ആകെ പകച്ചു നിൽക്കുകയാണ്. പക്ഷേ ഓരോ തിമിംഗലങ്ങളും ഈ ചങ്ങാടത്തിനരിയിലെത്തിയിട്ട് സമുദ്രത്തിനടിയിലേക്ക് ഊളിയിടുകയാണ്. ഇത് കുറച്ചു നേരം നീണ്ടു നിന്നു. ചങ്ങാടത്തിനൊപ്പം അവർ കളിക്കുകയാണെന്ന് അവർക്ക് തോന്നി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എങ്ങോട്ടെന്നില്ലാതെ ഈ തിമിംഗലങ്ങളെല്ലാം അപ്രത്യക്ഷമായി. ഈ ചങ്ങാടം നിയന്ത്രിക്കുന്നതിനായി അവർ നിർമ്മിച്ച സ്റ്റിയറിങ്ങിൻ്റെ ഒരു ഭാഗം ഇതിനിടെ തകരാറിലാവുകയും അറ്റകുറ്റപ്പണികൾ ആവശ്യമാവുകയും ചെയ്തു. ദിവസങ്ങൾ കടന്നുപോയതോടെ മുളയിൽ നിർമ്മിച്ച ചങ്ങാടത്തിൻ്റെ ഇടക്ക് കൂടുതൽ മിനുസമുള്ളതായി മാറുകയും തെന്നി വീഴാൻ സാധ്യത കൂടി വരികയും ചെയ്തു. പകൽ സമയങ്ങളായാൽ പോലും കാൽ തെന്നി വെള്ളത്തിൽ വീണാൽ ചങ്ങാടത്തെ നിരന്തരമായി ചുറ്റിത്തിരിയുന്ന വലിയ മത്സ്യങ്ങളുടെ ആക്രമണം ഉറപ്പായിരുന്നു. രാവിലെയാണെങ്കിൽ സഹായിക്കാൻ എല്ലാവരും ഉണ്ടാകും. പക്ഷെ രാത്രിയിൽ ഈ തുഴ നിയന്ത്രിക്കുന്ന ഒരാൾ മാത്രമേ ഉണർന്നിരിക്കുകയുള്ളൂ. കൃത്യമായ ഇടവേളകളിൽ ചങ്ങാടം നിർമ്മിച്ചിരിക്കുന്ന തടികൾക്കിടയിലുള്ള കെട്ടുകളും മറ്റും അവർ പരിശോധിച്ചു കൊണ്ടിരുന്നു. ഏതെങ്കിലും കെട്ടുകൾ അഴിയുകയോ പൊട്ടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവർ പരിഹരിച്ച് മുന്നോട്ട് പോയി. ബാൽസാത്തടികൾ തമ്മിൽ ബന്ധിച്ചിരിക്കുന്ന കെട്ട് ഒരു മാറ്റവുമില്ലാതെ ഇപ്പോഴും വളരെ സ്ട്രോങ് ആയി തന്നെ നിലനിൽക്കുന്നുണ്ട്. തോറിൻ്റെ സിദ്ധാന്തത്തെ എതിർത്തിരുന്നവർ ഏറ്റവും കൂടുതൽ പറഞ്ഞിരുന്നത് ബാൽസ മരത്തടികൾ വെള്ളത്തെ ആഗിരണം ചെയ്യുകയും പെട്ടെന്ന് മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് എന്നുമാണ്. പക്ഷേ അവരുടെ നിഗമനങ്ങൾ തെറ്റാണെന്ന് തെളിയുകയാണ്. ഒരു കോർക്ക് പോലെ വളരെ മൃദുവും വഴക്കമുള്ളതുമാണ് ബാൽസാത്തടികൾ. റേഡിയോ ഓപ്പറേറ്റർമാരായ ഹൊഗ്ലാൻഡിനും റൂബിക്കും അവരുടെ ജോലി എളുപ്പമായിരുന്നില്ല. അവരുടെ ട്രാൻസ്മിറ്റർ ഒരു കാരണവശാലും നനയാൻ പാടില്ല. അത് സുരക്ഷിതമായി നിലനിർത്താൻ അവർ പാടുപെടുന്നുണ്ടായിരുന്നു. മാത്രമല്ല അതിൻ്റെ നീളമുള്ള ഏരിയൽ സുരക്ഷിതമായി സ്ഥാപിക്കുന്നതിനുള്ള ഇടം ആ ചങ്ങാടത്തിലുണ്ടായിരുന്നില്ല. അവരുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു പ്രത്യേകതരം പൊടി കലർത്തി ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിച്ച് ഒരു വലിയ ബലൂണിൽ നിറച്ചു.
ഇതോടെ ഉയർന്നു പൊങ്ങിയ ബലൂണിൽ ഏരിയൽ ഘടിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള ഉയരത്തിൽ ആ ബലൂൺ കെട്ടി നിർത്തി. ഇതോടെ 7 വോൾട്ടിൻ്റെ പ്രക്ഷേപണ ശക്തിയോടുകൂടി അവരുടെ റേഡിയോ സിസ്റ്റം പ്രവർത്തനക്ഷമമായി. അവർ നോർവേയിലുള്ള റേഡിയോ ഹാമുമായി നേരിട്ട് സമ്പർക്കം സ്ഥാപിച്ചു. അവർ ലോസ് ഏഞ്ചൽസിലെ റേഡിയോ ഫാമിലേക്കും ബന്ധപ്പെടുകയും ചെയ്തു. തങ്ങൾ പസഫിക് സമുദ്രത്തിൻ്റെ പകുതി ദൂരം പിന്നിട്ടിരിക്കുന്നു എന്ന സന്ദേശം അയക്കുകയും ചെയ്തു. ഇനി അവർക്ക് സഞ്ചരിക്കാനുള്ളത് 2500 മൈലുകളാണ്. പകുതി ദൂരം പിന്നിട്ടതിന് ശേഷമാണ് അവർക്ക് പസഫിക് സമുദ്രത്തിൻ്റെ കാഠിന്യം അറിയാൻ തുടങ്ങിയത്. അതിഭീമമായ കൊടുങ്കാറ്റുകൾ അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ ചങ്ങാടത്തിലേക്ക് ഒരു കൊടുങ്കാറ്റ് വീശിയടിച്ചു. ആ കൊടുങ്കാറ്റ് നീണ്ടു നിന്നത് 5 ദിവസങ്ങളോളമായിരുന്നു. ഈ സമയത്ത് അവർക്ക് ഒരു വിധത്തിലുള്ള ചിത്രീകരണങ്ങളും ജോലികളും ഒന്നും നടത്താൻ സാധിച്ചില്ല. അവരുടെ പായ്മരങ്ങൾക്ക് ഈ കൊടുങ്കാറ്റിൽ തകരാർ സംഭവിച്ചു. മാത്രമല്ല, ചങ്ങാടത്തിൻ്റെ നിയന്ത്രണം നടത്തുന്ന ഭാഗമായ തുഴ ബന്ധിച്ചിരുന്ന കയറുകളും പൊട്ടി. ചങ്ങാടത്തിൻ്റെ ഡക്കിലും കേടുപാടുകൾ സംഭവിച്ചു. പക്ഷേ അപ്പോഴും അതികഠിനമായി പ്രവർത്തിച്ച 6 പേരും ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് അവരുടെ യാത്ര മുന്നോട്ട് തന്നെ തുടർന്നു. ഈ വീശിയടിച്ച കൊടുങ്കാറ്റ് ചില സമയങ്ങളിൽ അവരെ 80 കിലോമീറ്റർ വേഗതയിൽ വരെ പടിഞ്ഞാറ് ദിക്കിലേക്ക് വലിച്ചടിപ്പിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ കൊടുങ്കാറ്റ് വീശിയടിച്ച ഒരു ദിവസം അവർ മറികടന്നത് 130 കിലോമീറ്ററുകളായിരുന്നു. ചില സാഹചര്യങ്ങളിൽ ചങ്ങാടത്തിൻ്റെ തടികൾക്കിടയിലുള്ള കെട്ടുകൾ അഴിഞ്ഞിട്ടുണ്ടോ എന്നും കേടുപാടുകൾ പരിശോധിക്കുന്നതിനുമൊക്കെയായി അവർക്ക് ചങ്ങാടത്തിനടിയിലേക്ക് ഇറങ്ങേണ്ടി വന്നു. മുകളിൽ നിൽക്കുമ്പോൾ വെള്ളത്തിനടിയിൽ പരിശോധിക്കുന്നയാളുടെ കാലുകളിൽ പിടിച്ച് കൂടെയുള്ളവർ അയാളെ ഒഴുകിപ്പോകാതെ സഹായിക്കും. ഈ ജോലി അവർ ചെയ്തത് വളരെ ശ്രദ്ധയോടെയാണ്. കാരണം അവരുടെ ചങ്ങാടത്തെ ചുറ്റിപ്പറ്റി കറങ്ങുന്ന സ്രാവുകൾ ഈ ജോലി ചെയ്യുന്നതിന് അവർക്ക് വെല്ലുവിളിയായിരുന്നു. പലപ്പോഴും കൃത്യമായ ഇടപെടലുകൾ അവരുടെ ജീവൻ രക്ഷിച്ചു. കടലിൽ കാണുന്ന ഏത് വസ്തുവിനെയും ആക്രമിക്കുക എന്നത് സ്രാവിൻ്റെ സ്വഭാവമാണ്. അതവർക്ക് നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് തന്നെ ചങ്ങാടത്തിനടിയിലെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നത് വളരെ ശ്രദ്ധയോടുകൂടിയായിരുന്നു. സ്രാവുകൾ അവരെ തുടക്കം മുതൽ തന്നെ നിരന്തരം പിന്തുടരുന്നുണ്ടായിരുന്നു. പലപ്പോഴും ഈ സ്രാവുകളെ അവർ വേട്ടയാടുകയും ചെയ്തു. അതിൻ്റെ പ്രധാന കാരണം വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവരെ വേട്ടയാടാതിരിക്കാൻ ഈ സ്രാവുകളെ അവർ തന്നെ ഇരകളാക്കുകയായിരുന്നു. സ്രാവുകളെ പിടിക്കുക എന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യം തന്നെയാണ്. അവയെ പിടിക്കുമ്പോൾ സ്രാവിൻ്റെ പരാക്രമവും അതിനെ പിടിക്കാൻ അവർ നടത്തുന്ന ശ്രമങ്ങളുമൊക്കെ നോക്കി ആസ്വദിക്കുക എന്നതായിരുന്നു ലോലിറ്റയുടെ പ്രധാന ഹോബി. സ്രാവിനെ ചൂണ്ടയിൽ കുടുക്കാൻ വളരെ എളുപ്പമായിരുന്നു. പക്ഷേ കുടുങ്ങിയതിന് ശേഷം അതിനെ ചങ്ങാടത്തിലേക്ക് വലിച്ചടിപ്പിക്കാനും ചങ്ങാടത്തിന് മുകളിലേക്ക് കയറ്റാനുമായിരുന്നു പാട്. അതൊരു ശ്രമകരമായ ജോലി തന്നെയായിരുന്നു. വളരെയധികം പോരാട്ട വീര്യം കാണിക്കുന്ന കൂട്ടത്തിലാണ് സ്രാവുകൾ. പെട്ടെന്ന് കീഴടങ്ങാൻ അവർ തയ്യാറാകാറില്ല. മുകളിലെത്തിച്ചതിന് ശേഷം മരണവെപ്രാളത്തിൽ ആരുടെയെങ്കിലും കാലുകളിൽ അത് കടിക്കുമോ എന്ന ഭയവും അവർക്കുണ്ടായിരുന്നു. മാത്രമല്ല, അതിൻ്റെ പരാക്രമത്തിൽ ചങ്ങാടത്തിന് കേടുപാടുകൾ സംഭവിക്കാനും സാധ്യതയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മുകളിലെത്തിച്ച് നിമിഷങ്ങൾക്കകം സ്രാവുകളെ കെട്ടിവരിഞ്ഞ് ഇടുകയാണ് അവർ ചെയ്തിരുന്നത്. എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് ഡക്കിലേക്ക് വലിച്ചിട്ടാലും അതിനെ കട്ട് ചെയ്തെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ തൊലിയുടെ കട്ടി കാരണം കട്ട് ചെയ്തെടുക്കാൻ വളരെ പ്രയാസപ്പെട്ടു അവർ. പക്ഷേ ഇതൊക്കെ അവർക്ക് പലപ്പോഴും സമയം പോക്കായിരുന്നു. ഡാനിയൽസൺ നമ്മുടെ ലോലിറ്റ എന്ന തത്തയെ സ്പാനിഷ് വാക്കുകൾ സംസാരിക്കാൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. തുടക്കത്തിൽ ചില സ്പാനിഷ് വാക്കുകൾ ലോലിറ്റ പറയുമായിരുന്നു. 2 മാസത്തിനുള്ളിൽ കൂടുതൽ വാക്കുകൾ പഠിപ്പിക്കാൻ ഡാനിയൽസൺ ശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ ചങ്ങാടത്തിലെ ക്രൂ അംഗങ്ങളിൽ ഒരാളാണ് ലോലിറ്റ. ഉച്ച കഴിഞ്ഞ് കാലാവസ്ഥ ആകെ മാറി. കാറ്റിൻ്റെ വേഗത ഭയാനകമാം വിധം കൂടി വന്നു. ഉച്ച സമയത്ത് തന്നെ കാർമേഘങ്ങൾ വന്ന് മൂടി അന്തരീക്ഷം ആകെ ഇരുണ്ടു. ഇടയ്ക്കിടെ വൻ ശബ്ദത്തോടെ ഇടിയും മിന്നലും ഉണ്ടാകുന്നുണ്ട്. ലോലിറ്റ ആകെ പരിഭ്രാന്തമായി ശബ്ദമുണ്ടാക്കുന്നു. ഹോഗ്ലൻഡ് അവളെ പിടിച്ച് കൂട്ടിലിരുത്തി. പക്ഷേ കൂടടയ്ക്കും മുന്നേ തന്നെ അവൾ പറന്നുപോയി പായ്മരത്തിൻ്റെ മുകളിൽ ഇരുന്നു. അവൾ അവിടെ ഇരുന്ന് ഭയന്നിട്ടെന്ന വണ്ണം ചിലയ്ക്കുന്നത് തുടർന്നു. അതൊരു മുന്നറിയിപ്പ് തന്നെയായിരുന്നു. പെട്ടെന്ന് വൻ ശബ്ദത്തോടുകൂടി ഒരു മിന്നൽ കോൺടിക്കയിൽ വന്ന് പതിച്ചു. അവർ 6 പേരും ആകെ അമ്പരന്നു. അയഞ്ഞുപോയ കയറുകൾ കെട്ടിമുറുക്കുന്ന തിരക്കിലായിരുന്നു എറിക് ഹെസൽബർഗ്. ഈ മിന്നലിൻ്റെ ആഘാതത്തിൽ അദ്ദേഹം തെറിച്ച് കടലിൽ വീണു. കാറ്റിൽ ചങ്ങാടത്തിൻ്റെ വേഗത കൂടുതലായിരുന്നു. എങ്കിലും എറിക് വീണത് ചങ്ങാടത്തിൻ്റെ മുൻവശത്തേക്കായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് ചങ്ങാടത്തിൻ്റെ സൈഡിൽ പിടിച്ചു കയറാൻ ശ്രമിച്ചു. മുകളിൽ നിന്ന് മറ്റുള്ളവർ അദ്ദേഹത്തെ മുകളിലേക്ക് പിടിച്ചു കയറ്റി. ഒരു വലിയ അപകടം തന്നെയാണ് തലനാഴിരയ്ക്ക് ഒഴിവായിരിക്കുന്നത്. ഒരു പക്ഷേ എറിക് വീണത് പിൻ സൈഡിലായിരുന്നുവെങ്കിൽ ഒരിക്കലും ആ ചങ്ങാടത്തിലേക്ക് അദ്ദേഹത്തിന് തിരിച്ചു വരാൻ സാധിക്കുമായിരുന്നില്ല. അപ്പോഴാണ് മിന്നൽ ശബ്ദം കേട്ട് പേടിച്ചു പോയ ലോലിറ്റ ചങ്ങാടത്തിലേക്ക് പറന്ന് തിരികെ വരുന്നത് അവർ കണ്ടത്. ചങ്ങാടത്തിൻ്റെ വക്കിൽ വന്നിരിക്കാൻ അവൾ വളരെ താഴ്ന്നാണ് പറക്കുന്നത്. ചങ്ങാടത്തിലെത്താൻ ഏതാണ്ട് 1 അടി മാത്രം അകലത്തിൽ വെച്ച് അവളെ വെള്ളത്തിൽ നിന്നും കുതിച്ചുയർന്ന ഒരു സ്രാവ് കടിച്ചെടുത്തുകൊണ്ട് വെള്ളത്തിലേക്ക് അപ്രത്യക്ഷമായി. ഈ കാഴ്ച കണ്ട ആ 6 പേരുടെയും ഹൃദയം ആകെ തകർന്നു. കൂടെയുള്ളവരിൽ ഒരാളെയാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത്.
ഇതിനകം തന്നെ അവരിൽ ഒരാളായി മാറിക്കഴിഞ്ഞ ലോലിറ്റ മരണപ്പെട്ടത് അവരെ ദുഃഖത്തിലാക്കി. കൂടുതലും ഇത് ബാധിച്ചത് ഡാനിയൽസനെയായിരുന്നു. അവൻ പിന്നീട് ആരോടും മിണ്ടാതെ മൂകമായി ഇരുന്നു. മറ്റുള്ളവർ അവനെ ആശ്വസിപ്പിച്ചു. ഇപ്പോൾ ദുഃഖം നിന്നെ തളർത്തിയാൽ അത് നിന്റെ ജീവന് ഭീഷണിയാകുമെന്ന് അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കി. 1-2 ദിവസം എടുത്തെങ്കിലും ഡാനിയൽസൺ ആ ദുഃഖത്തെയും അതിജീവിച്ചു. ഇതിനിടയിൽ ചങ്ങാടത്തിൽ നിന്ന് വീഴുന്നവർക്ക് രക്ഷപ്പെടാനായി ഒരു മാർഗം തോർ ഹെർഡാൽ കണ്ടെത്തി. ചങ്ങാടത്തിൽ ബാക്കിയുണ്ടായിരുന്ന കയറുകൾ കൂട്ടിക്കെട്ടി ഒരു വലിയ നീളമുള്ള കയറാക്കി അത് പിൻഭാഗത്തായി അവർ കെട്ടിയിട്ടു. പിന്നിലേക്ക് ഒരു 150 മീറ്ററോളം ആ കയർ പൊങ്ങിക്കിടക്കുന്നുണ്ട്. അവർ അറിയാതെ വെള്ളത്തിലേക്ക് വീണുപോയാൽ അവർക്ക് രക്ഷപ്പെടാനായി പിടിച്ചു കയറാനുള്ള ഒരു മാർഗമായിട്ടാണ് അദ്ദേഹം ഈ കയറുകൾ കെട്ടിയിട്ടത്. മാത്രമല്ല, ചങ്ങാടത്തിൻ്റെ അടിഭാഗത്തുള്ള കേടുപാടുകൾ പരിഹരിക്കുമ്പോൾ സ്രാവുകളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാനും അദ്ദേഹം ഒരു മാർഗം കണ്ടെത്തി. മുളകൾ കൊണ്ട് നിർമ്മിച്ച ഒരു മനുഷ്യന് കയറാൻ പറ്റുന്ന വലിപ്പത്തിലുള്ള ഒരു കൂട് അവർ നിർമ്മിച്ചു. കയറുകൾ കൊണ്ട് അതിൻ്റെ 4 വശവും വല പോലെ നെയ്തെടുത്തു. ഈ കൂട് വെള്ളത്തിലേക്ക് ഇട്ടതിന് ശേഷം അതിനുള്ളിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് ചങ്ങാടത്തിൻ്റെ അടിഭാഗത്തുള്ള കെട്ടുകൾ പരിശോധിക്കാനും കേടുപാടുകൾ നിരീക്ഷിക്കാനും സാധിക്കും. ഈ കൂടിൻ്റെ വലകൾക്കുള്ളിലൂടെ കൈകൾ കടത്താൻ കഴിയുന്നത് കൊണ്ട് തന്നെ ഈ കൂട്ടിനുള്ളിൽ ഇരുന്നു കൊണ്ട് തന്നെ അവർക്ക് കേടുപാടുകൾ പരിഹരിക്കാൻ സാധിച്ചു. ചങ്ങാടത്തിൻ്റെ അടിഭാഗം നിരീക്ഷിക്കാൻ പോകുന്നവർക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് ബാൽസ മരത്തടികൾ മാത്രമായിരുന്നില്ല. പല വർണ്ണത്തിലുള്ള അതിമനോഹരമായ മത്സ്യങ്ങൾ ആ ചങ്ങാടത്തിനടിയിൽ അവർ അവരുടെ ആവാസ വ്യവസ്ഥയാക്കി മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു വലിയ അക്വേറിയം, മനോഹരമായ മത്സ്യങ്ങളാൽ അലങ്കരിക്കപ്പെട്ട ഒരു വലിയ അക്വേറിയം തന്നെയായിരുന്നു ഇപ്പോൾ ആ ചങ്ങാടത്തിൻ്റെ അടിഭാഗം. ചങ്ങാടത്തിനടിയിലേക്ക് എത്താൻ സുരക്ഷിതമായ ഒരു വഴി കണ്ടെത്തിയതോടെ അവർക്കിപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം കൊടുക്കുന്ന വിനോദം അതിനടിയിലേക്ക് പോയി ഈ മത്സ്യങ്ങളെ കാണുക എന്നതായിരുന്നു. മഴ പോലെ തന്നെ അവരെ പ്രതികൂലമായി ബാധിക്കുന്ന മറ്റൊരു കാര്യമാണ് പകലുണ്ടാകുന്ന ചൂട്. ഈ ചൂടിൽ നിന്നും രക്ഷപ്പെടാൻ അവർ കടലിൽ ഇടയ്ക്കിടെ കുളിക്കുമായിരുന്നു. അതിനുവേണ്ടി ഇടുപ്പിൽ കെട്ടാനുള്ള കയറും അവർ മാറ്റിവെച്ചു. സുരക്ഷയ്ക്കായി ഇത്രയധികം മാർഗങ്ങൾ അവർ സ്വീകരിച്ചുവെങ്കിലും അപകടങ്ങൾ അവരെ വിട്ടുമാറിയില്ല. ചങ്ങാടത്തിൻ്റെ വക്കിലായി എന്തോ ജോലിയിൽ മുഴുകിയിരിക്കുകയായിരുന്നു ഹെർമൻ വാട്സിംഗർ. പക്ഷേ അപ്രതീക്ഷിതമായി ഒരു വലിയ തിരമാലയിൽപ്പെട്ട് ആ ചങ്ങാടം ഉയർന്നു പൊങ്ങി. പിടിവിട്ട് വാട്സിംഗർ വെള്ളത്തിലേക്ക് വീണു. വാട്സിംഗർ വീണത് ചങ്ങാടത്തിൻ്റെ വലതുവശത്തേക്കാണ്. അദ്ദേഹം നീന്തി പിന്നിൽ കെട്ടിയിരുന്ന കയറിൽ പിടിക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ അപ്പോൾ വീശിയടിച്ച കാറ്റ് ചങ്ങാടത്തെ ഇടതുവശത്തേക്ക് നയിച്ചു. അതായത് ഇപ്പോൾ വാട്സിംഗർ ചങ്ങാടത്തിൻ്റെ വലതുവശത്താണ്. ചങ്ങാടം സഞ്ചരിക്കുന്നത് ചങ്ങാടത്തിൻ്റെ ഇടതു ദിശയിലേക്കും. പിന്നിൽ കെട്ടിയിട്ടിരിക്കുന്ന കയർ എത്തിപ്പിടിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നില്ല. ഇപ്പോൾ ചങ്ങാടത്തിൻ്റെ വലതുഭാഗത്തായി ഏതാണ്ട് 30 യാർഡ് അകലെയാണ് വാട്സിംഗർ ഉള്ളത്. തക്ക സമയത്ത് തന്നെ കണ്ട എറിക് ഹെസൽബർഗ് ഇടുപ്പിൽ ഒരു കയർ കെട്ടി അദ്ദേഹം കിടക്കുന്ന ഭാഗത്തേക്ക് എടുത്തു ചാടി നീന്തി. സർവ്വശക്തിയും എടുത്ത് വാട്സിംഗറും ചങ്ങാടത്തിൻ്റെ അടുത്തേക്ക് നീങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് വാട്സിംഗറിന് എറിക്കിൻ്റെ കയ്യിൽ എത്തിപ്പിടിക്കാൻ സാധിച്ചത്. ചങ്ങാടത്തിലുള്ളവർ കയറിൽ പിടിച്ചു വലിച്ച് ഇരുവരെയും ചങ്ങാടത്തിലേക്ക് കയറ്റി. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഇതുപോലെയുള്ള അബദ്ധങ്ങൾ ഇനി ഉണ്ടാകരുതെന്ന് തോർ ഹെർഡാൽ വളരെ ശക്തമായ സ്വരത്തിൽ അവരെ പറഞ്ഞു വിലക്കി. ഇപ്പോൾ അവർക്ക് ആ ചങ്ങാടത്തിൻ്റെ കേടുപാടുകൾ നിരീക്ഷിക്കുന്നതിനൊപ്പം തന്നെ വിനോദങ്ങളും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ തുടക്കത്തിലേതുപോലെ ബോറടി ഇപ്പോൾ അവരെ ബാധിക്കുന്നില്ല. അവർ എടുക്കുന്ന ഫോട്ടോഗ്രാഫ്സും അതിൻ്റെ ഫിലിമും ഒക്കെ സൂക്ഷിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഇടയ്ക്കിടെ വൈകുന്നേരങ്ങളിൽ ഒരു ഗ്ലാസ് വിസ്കിയും കുടിച്ചുകൊണ്ട് കോണ്ടിക്യൂർ ഡക്കിൽ അങ്ങ് ദൂരേക്ക് നോക്കിയിരുന്നു കൊണ്ട് 6 പേരും പാട്ടുകൾ പാടുമായിരുന്നു. അങ്ങനെ വീണ്ടും ദിവസങ്ങൾ ഒന്നൊന്നായി കടന്നു പോവുകയാണ്. വീണ്ടും ഒരു ദിവസം രാവിലെ ഏകദേശം 10 മണിയോടടുപ്പിച്ച് ചങ്ങാടത്തിൻ്റെ പിൻഭാഗത്തായി എന്തോ ഒന്ന് അവരെ പിന്തുടരുന്നതായി അവർക്ക് തോന്നി. കുറച്ചു നേരം എല്ലാവരും അത് നിരീക്ഷിച്ചു. അതെന്താണെന്നറിയാൻ ആകാംക്ഷയോടെ കണ്ണെടുക്കാതെ അവർ നോക്കി നിന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലുതും അപകടകാരിയുമായ മത്സ്യം തിമിംഗല സ്രാവായിരുന്നു അത്. ആ സത്യം തിരിച്ചറിഞ്ഞതോടെ അവരെല്ലാവരും ആകെ ഭയചകിതരായി. കയ്യിൽ ആ തിമിംഗലത്തെ എതിരിടാനുള്ള ആയുധമോ തോക്കോ ഒന്നും തന്നെ അവരുടെ കയ്യിലില്ല. ആ മത്സ്യം അവരുടെ ചങ്ങാടത്തിൻ്റെ വേഗതയേക്കാൾ കൂടുതൽ വേഗം കൂട്ടി ആ ചങ്ങാടത്തിനടിയിലൂടെ ഊളിയിട്ടുകൊണ്ട് ചങ്ങാടത്തിൻ്റെ മുൻഭാഗത്തേക്ക് എത്തി. ചങ്ങാടത്തിന് മുൻപേ കുറച്ചു ദൂരം ആ തിമിംഗലം വേഗത്തിൽ സഞ്ചരിച്ചു. കുറച്ചു നേരം അതിനെ അവർ കണ്ടില്ല. ആശ്വസിക്കാൻ സമയമായിട്ടുണ്ടായിരുന്നില്ല. വീണ്ടും അവൻ ചങ്ങാടത്തിൻ്റെ മുൻഭാഗത്തായി പ്രത്യക്ഷപ്പെട്ടു. ഇപ്പോൾ അവൻ ചങ്ങാടത്തിന് നേരെ വരികയാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അവർക്ക് 6 പേർക്കും അറിയില്ലായിരുന്നു. കൂട്ടത്തിൽ കൂടുതൽ പരിഭ്രാന്തനായി കാണപ്പെട്ടത് ഹെർമൻ വാട്സിംഗർ തന്നെയായിരുന്നു. ചങ്ങാടത്തിനടുത്തേക്ക് പാഞ്ഞു വന്ന ആ മത്സ്യം ചങ്ങാടത്തിൽ മുട്ടുന്നതിന് മുൻപ് തന്നെ വെള്ളത്തിലേക്ക് ഊളിയിട്ടു. ഇതേ പ്രവൃത്തി ആ മത്സ്യം വീണ്ടും തുടർന്നുകൊണ്ടിരുന്നു. ആ തിമിംഗലത്തിൻ്റെ വാലിൻ്റെ ഒരറ്റം ഈ ചങ്ങാടത്തിൽ തട്ടിയാൽ പോലും ഉറപ്പായും ചങ്ങാടം തകർന്നു പോകും. അപ്പോൾ പിന്നെ ആ തിമിംഗലം ഈ ചങ്ങാടത്തെ ആക്രമിക്കാൻ തീരുമാനിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഏകദേശം 15 മുതൽ 20 മീറ്റർ വരെ ആ തിമിംഗലത്തിന് നീളമുണ്ടായിരുന്നു. അവൻ്റെ താടിയെല്ലിൻ്റെ അടിഭാഗത്തായി അനേകം പൈലറ്റ് മത്സ്യങ്ങൾ പറ്റിക്കിടക്കുന്നത് അവർക്ക് കാണാമായിരുന്നു. വലിയ മീനുകളുടെ, അതായത് തിമിംഗലം പോലെയുള്ള വലിയ മീനുകളുടെ ശരീരത്തിൽ പറ്റിച്ചേർന്ന് ജീവിക്കുന്ന ചെറിയ മത്സ്യങ്ങളാണ്.
അങ്ങനെയുള്ള ഒരുപാട് മത്സ്യങ്ങൾ ഈ തിമിംഗലത്തിന്റെ താടിയലുകൾക്കടിയിലും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും പറ്റിക്കിടക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ചങ്ങാടത്തിന്റെ അരികിലേക്ക് വരാതിരിക്കാനായി അവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു സ്രാവിന്റെ കഷ്ണം അവർ ചങ്ങാടത്തിൽ നിന്നും കുറച്ച് ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞു. പക്ഷേ അതിലേക്കൊന്നും ഈ തിമിംഗലം ആകർഷണമായില്ല. അവർക്കിടയിൽ പരിഭ്രാന്തി കൂടിക്കൂടി വന്നു. ആ തിമിംഗലം ഈ ചങ്ങാടത്തിന്റെ ചുറ്റുവട്ടത്തിൽ നിന്നും മാറുന്ന ലക്ഷണമുണ്ടായിരുന്നില്ല. ഉറപ്പായും ചങ്ങാടത്തെ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്ന് അവർക്ക് തോന്നി. ഹെർമൻ വാട്സിംഗർ ആകെ പരിഭ്രാന്തനാണ്. അയാൾ പെട്ടെന്ന് മീനുകളെ കുത്തിപ്പിടിക്കുന്ന ഒരു കുന്തം അവരുടെ കയ്യിലുണ്ടായിരുന്നു. അയാൾ അതെടുത്ത് കയ്യിൽ പിടിച്ചു. ആ തിമിംഗലം അടുത്ത തവണ ചങ്ങാടത്തിനരികിലേക്ക് വരുന്നതും കാത്ത് ഒരു കയറിൽ പിടിച്ചുകൊണ്ട് ചങ്ങാടത്തിന്റെ ഒരു വക്കിൽ അയാൾ നിന്നു. തോർ ഹെയർഡാൽ അതിനെ ഉപദ്രവിക്കരുത് എന്ന് വിളിച്ചു പറയുന്നുണ്ട്. പക്ഷേ വാട്സിംഗർ അതൊന്നും കേൾക്കുന്ന മട്ടില്ല. തോർ ഹെയർഡാൽ വാട്സിംഗറിന്റെ അരികിലേക്ക് നീങ്ങുന്നു. വളരെ പെട്ടെന്നാണ് വാട്സിംഗർ നിൽക്കുന്ന സ്ഥലത്ത് ആ തിമിംഗലം പ്രത്യക്ഷപ്പെട്ടത്. വാട്സിംഗർ പെട്ടെന്ന് പ്രതികരിച്ചു. കയ്യിലുണ്ടായിരുന്ന കുന്തം അയാൾ തിമിംഗലത്തിന്റെ കണ്ണിന് മുകളിലായി തലയിൽ കുത്തിയിറക്കി. ഈ കുത്തേറ്റ തിമിംഗലത്തെ ഒരു പിടച്ചിലോടെ വെള്ളത്തിനടിയിലേക്ക് ഊളിയിട്ടുപോയി. പക്ഷേ വാട്സിംഗറിന് ഒരബദ്ധം പറ്റിയിരുന്നു. ഈ തിമിംഗലത്തിന്റെ ശരീരത്തിൽ കുത്തിയിരുന്ന കുന്തത്തിന്റെ മറുതലയ്ക്കൽ കെട്ടിയിരുന്ന കയറിന്റെ മറുതലപ്പ് ചങ്ങാടത്തിന്റെ സൈഡിലാണ് കെട്ടിയിരുന്നത്. ഈ തിമിംഗലത്തിന്റെ ശക്തമായ നീക്കം ആ ചങ്ങാടത്തെ പിടിച്ചു കുലുക്കി. തിമിംഗലം ചങ്ങാടം വലിച്ചെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ എറിക് ഹെസൽബർഗ് പെട്ടെന്ന് തന്റെ കത്തിയെടുത്ത് ആ കയർ മുറിച്ചു കളഞ്ഞു. ഇപ്പോൾ ആ തിമിംഗലത്തെ കാണാനില്ല. അവൻ വീണ്ടും തിരിച്ചു വരുമോ എന്ന ഭയം അവരിലുണ്ടായിരുന്നു. അവർ ആ സംഭവത്തിന് ശേഷം ഒരുപാട് നേരം ചങ്ങാടത്തിന്റെ 4 പാടും നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. പക്ഷേ പിന്നീട് ആ തിമിംഗലം തിരികെ വന്നില്ല. നോട്ട് ഹോഗ്ലൻഡ് കടലിൽ നിന്ന് കിട്ടുന്ന കണവ പോലെയുള്ള മത്സ്യങ്ങളുടെ മഷി ഉപയോഗിച്ച് ഓരോ ദിവസവും നടക്കുന്ന കാര്യങ്ങളും രേഖപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. അക്കാലത്ത് ചിത്രകാരന്മാർ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന മഷി പോലെയുള്ള നിലവാരമുള്ള മഷി കടലിലെ മത്സ്യങ്ങളിൽ നിന്നും ശേഖരിക്കാൻ അവർക്ക് സാധിച്ചു. പല രാത്രികളിലും അവരെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാഴ്ച അവർ കണ്ടു. രാത്രി സമയങ്ങളിൽ കണ്ണുകളിൽ മാത്രം തിളക്കമുള്ള ചില മത്സ്യങ്ങൾ ആ ചങ്ങാടത്തിന്റെ ചുറ്റും കൂട്ടമായി വട്ടമിടുന്നത് അവരെ അത്ഭുതപ്പെടുത്തി. അങ്ങനെ ദിവസങ്ങൾ വീണ്ടും കടന്നു പോവുകയാണ്. പെട്ടെന്നൊരു ദിവസം അവർക്ക് ഏതോ ഒരു ദ്വീപിലേക്ക് ഈ ചങ്ങാടം അടുക്കുകയാണ് എന്നതിൻ്റെ തെളിവുകൾ ലഭിച്ചു. ഫ്രിഗേറ്റ് എന്ന പക്ഷിയാണ് അവരെ അങ്ങനെ ചിന്തിപ്പിക്കാൻ കാരണമാക്കിയത്. അവരുടെ ചങ്ങാടത്തിന്റെ തൊട്ടുമുന്നിലായി ആ പക്ഷി പറന്നു പോകുന്നത് അവർ കണ്ടു. പോളിനേഷ്യൻ ദ്വീപുകളിൽ സാധാരണയായി കാണപ്പെടുന്ന ഒരു കടൽ പക്ഷിയാണ് ഫ്രിഗേറ്റ്. അവ കരയിൽ ജീവിക്കുന്ന പക്ഷി തന്നെയാണ്. പക്ഷേ വളരെയധികം ദൂരം പറക്കാൻ അവർക്ക് കഴിവുണ്ട്. കാറ്റിനൊപ്പം ആഴ്ചകളോളം ഈ പക്ഷി വിശ്രമമില്ലാതെ പറക്കും. മത്സ്യങ്ങളും കടലിൽ കാണുന്ന കണവകളുമാണ് ഈ പക്ഷികളുടെ പ്രധാന ഭക്ഷണം. എന്തായാലും ഇവിടെ ഈ പക്ഷി ഈ 6 പേർക്കും നൽകിയിരിക്കുന്ന പ്രതീക്ഷ എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. പക്ഷേ അവർ അപ്പോൾ അടുത്തുകൊണ്ടിരിക്കുന്നത് ആഴം കുറവാണെങ്കിലും അപകടകരമായ പവിഴപ്പുറ്റുകളാൽ നിറഞ്ഞ പ്രദേശത്തേക്കായിരുന്നു. ടുവാമോട്ടു എന്ന ദ്വീപിലേക്ക്. ബ്ലേഡ് പോലെ കൂർത്ത ഈ പവിഴപ്പുറ്റുകൾ വളരെ അപകടകാരികളാണ്. നിയന്ത്രിക്കാൻ സാധിക്കാത്ത ഈ ചങ്ങാടം ഈ പവിഴപ്പുറ്റുകളിലേക്ക് ഇടിച്ചു കയറിയാൽ നിമിഷ നേരം കൊണ്ട് അത് തകരുകയും അതിലുള്ളവർ തിരമാലകളിൽപ്പെട്ട് ഈ പവിഴപ്പുറ്റുകളിൽ ചെന്നിടിച്ച് നിമിഷ നേരം കൊണ്ട് മരണപ്പെടുകയും ചെയ്യും. ടുവാമോട്ടു ദ്വീപിന്റെ തീരപ്രദേശങ്ങൾ പവിഴപ്പുറ്റുകളാൽ നിറഞ്ഞതാണെന്ന് തോറിന് നന്നായി തന്നെ അറിയാം. അപകടം മുന്നിലുണ്ട്. പക്ഷേ ഇവിടെ തോറിനും കൂട്ടർക്കും സന്തോഷിക്കാൻ ഒരു വലിയ കാരണവുമുണ്ട്. അവർ ഇപ്പോൾ എത്തിയിരിക്കുന്നത് കാറ്റിൻ്റെ സഹായത്തോടെ തെക്കേ അമേരിക്കയിൽ നിന്നും പോളിനേഷ്യൻ ദ്വീപുകളിലേക്കാണ്. അതായത് തോർ അവതരിപ്പിച്ച അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. ഈ സന്തോഷം മറച്ചുവെക്കാൻ അവർക്കാകുമായിരുന്നില്ല. അവർ ശരിക്കും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയായിരുന്നു. അവർ അവരുടെ കയ്യിലുണ്ടായിരുന്ന കൊടികൾ ഉയർത്തി അവരുടെ സന്തോഷം പ്രകടിപ്പിച്ചു. പക്ഷേ ഇപ്പോൾ വേണ്ടത് ജീവൻ രക്ഷിക്കുക എന്നതാണ്. അവർ തോറിൻ്റെ നിർദ്ദേശത്തോടെ ദ്വീപിൽ നിന്നും ചങ്ങാടത്തെ അകറ്റി നിർത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങി. കയ്യിലുള്ള ചെറിയ പാത്രങ്ങൾ വരെ അവർ തുഴയാനായി ഉപയോഗിച്ചു. അവരുടെ ലക്ഷ്യം ഈ ദ്വീപിൽ നിന്നും ചങ്ങാടത്തെ അകറ്റി നിർത്തുക എന്നത് തന്നെയാണ്. ഒരു സമയത്ത് അവരുടെ ഈ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുന്നതായി അവർക്ക് തോന്നി. പക്ഷേ അവിടെ അവർക്ക് രക്ഷയ്ക്കായി എത്തിയത് പ്രകൃതി തന്നെയായിരുന്നു. കടലിൽ നിന്നും കരയിലേക്ക് ആഞ്ഞു വീശിക്കൊണ്ടിരുന്ന കാറ്റ് പെട്ടെന്ന് ഗതി മാറ്റി. ഇപ്പോൾ ദ്വീപിൻ്റെ വശത്തുകൂടി അവർ സഞ്ചരിക്കുകയാണ്. പക്ഷേ അവർക്ക് ആ ചങ്ങാടം അവിടേക്ക് അടുപ്പിക്കാൻ സാധിക്കുമായിരുന്നില്ല. ചങ്ങാടം അടുപ്പിക്കാൻ പറ്റുന്ന ഒരിടം ആ ദ്വീപിൻ്റെ ഒരു വശത്തും അവർക്ക് കാണാൻ സാധിച്ചില്ല. കുറച്ച് സമയങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ദ്വീപിൽ നിന്നും അത് അകന്നു പോയിക്കൊണ്ടേയിരുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ അവർ ജീവൻ രക്ഷിച്ചു. പക്ഷേ മാസങ്ങളായി കര കാണാതെ ജീവിച്ച അവർക്ക് ആ ദ്വീപ് കണ്ണിൽ നിന്നും മാഞ്ഞു പോകുന്നത് നിരാശയാണ് നൽകിയത്. അങ്ങനെ 4 ദിവസങ്ങൾ കൂടി അവർ പടിഞ്ഞാറ് ദിശയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരുന്നു. അവിടെ മറ്റൊരു ദ്വീപ് കണ്ടു. ഈ ദ്വീപിലേക്ക് അടുക്കാനായി അവർ ഒരു വഴി കണ്ടെത്താനായി കഠിനമായ ശ്രമങ്ങൾ തുടങ്ങി. അതെ, ആ ദ്വീപിലുള്ള ആളുകൾ അവരെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. അവർ അവരുടെ ചെറിയ വള്ളങ്ങളിൽ അവരെ സമീപിക്കാൻ ശ്രമിച്ചു. അതെ, പോളിനേഷ്യൻ ദ്വീപുകളിൽ എത്തിയ അവർ ആദ്യമായി പോളിനേഷ്യക്കാരുമായി സമ്പർക്കം പുലർത്തിയിരിക്കുന്നു. അവർ അതിശക്തമായി ആ ദ്വീപിലേക്ക് അടുക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി.
അവർ തുഴകളും പാത്രങ്ങളും കമ്പുകളും ഒക്കെ തുഴയാനായി ഉപയോഗിച്ചു. തെക്കേ അമേരിക്കയിൽ നിന്നും പോളിനേഷ്യ വരെ അവർ യാത്ര ചെയ്തെത്തിയിരിക്കുന്നു. പക്ഷേ അത് കാറ്റിൻ്റെയും സമുദ്രപ്രവാഹത്തിൻ്റെയും സഹായത്തോടെയാണ്. അതേ കാറ്റും അതേ സമുദ്രപ്രവാഹവും അവരെ ഇപ്പോൾ ഈ കാണുന്ന ദ്വീപിലേക്ക് അടുക്കാനും അനുവദിക്കുന്നില്ല. അവരാൽ കഴിയുന്ന വിധം ശ്രമങ്ങൾ നടത്തിയിട്ടും ആ ദ്വീപിലേക്ക് അടുക്കാനും ഒഴുക്കിനും കാറ്റിനുമെതിരായി അല്പമെങ്കിലും ആ ചങ്ങാടത്തെ ചലിപ്പിക്കാനും അവർക്ക് സാധിച്ചില്ല. കരയോട് വളരെയധികം അടുത്തതുകൊണ്ട് തന്നെ അവർ കയ്യിലുണ്ടായിരുന്ന ആ ചെറിയ ലൈഫ് ബോട്ടിൽ കയറി കരയിലേക്ക് എത്തുകയും അവിടെയുള്ള നാട്ടുകാരുമായി സമ്പർക്കം പുലർത്തുകയും ചെയ്തു. വേണമെങ്കിൽ ഈ ചെറിയ വള്ളത്തിൽ അവർക്ക് കരയിലേക്ക് കയറാവുന്നതേ ഉള്ളൂ. പക്ഷേ അവർ അങ്ങനെ കരയിലേക്ക് കയറാൻ വന്നവരല്ല. ആ ചങ്ങാടം അതിൻ്റെ മാത്രം സഹായത്തോടു കൂടി ഈ പോളിനേഷ്യയിലെ ദ്വീപുകളിൽ ഏതെങ്കിലും ഒന്നിൽ എത്തിച്ചേരണം. എന്നാൽ മാത്രമേ ഈ മിഷൻ വിജയമായി എന്ന് ഉറപ്പായും പറയാൻ സാധിക്കൂ. ലൈഫ് ബോട്ടിൽ കരയിലേക്ക് പോയവർ തിരികെ ചങ്ങാടത്തിലേക്ക് വന്നു. അതിനുശേഷം വീണ്ടും കാറ്റിനും സമുദ്രപ്രവാഹത്തിനുമൊപ്പം അവർ സഞ്ചാരം തുടർന്നു. 2 ദിവസത്തിനകം അവർ വീണ്ടും മറ്റൊരു ദ്വീപിനെ അഭിമുഖീകരിക്കുകയാണ്. അവിടെയും സമുദ്രതീരങ്ങളിൽ പവിഴപ്പുറ്റുകളുടെ സാന്നിധ്യം അവരുടെ ജീവന് വെല്ലുവിളിയായിരുന്നു. പക്ഷേ അവർക്ക് കരയിൽ കയറിയേ പറ്റും. ഈ ദ്വീപിലേക്ക് അവരുടെ കോൺടിക്കി എന്ന ചങ്ങാടം ഇടിച്ചു കയറ്റാൻ തന്നെ അവർ തീരുമാനിച്ചു. അവരുടെ ക്യാമറ പോലെയുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ അവർ പൊള്ളയായ മുളകളിൽ കയറ്റി വളരെ സുരക്ഷിതമായി സൂക്ഷിച്ചു. അവരുടെ കയ്യിലുണ്ടായിരുന്ന സ്ലീപ്പിംഗ് ബാഗുകൾ കൊണ്ട് അതിനെ ചുറ്റിവരിഞ്ഞ് കെട്ടിവെച്ചു. ചങ്ങാടത്തിന് മുകളിൽ കെട്ടിവെച്ചിരുന്ന ചെറിയ ഹട്ട് അവർ പൊളിച്ചു കളഞ്ഞു. അതിലെ പായ്മരം അവർ മുറിക്കുകയും അവ കടലിലേക്ക് തള്ളിയിടുകയും ചെയ്തു. പരമാവധി ചങ്ങാടത്തിന്റെ ഭാരം കുറയ്ക്കുക, അതായിരുന്നു അവരുടെ ലക്ഷ്യം. ഭാരം കുറയുമ്പോൾ കൂടുതൽ മുകളിലേക്ക് ചങ്ങാടം പൊങ്ങിക്കിടക്കും. അപ്പോൾ പവിഴപ്പുറ്റുകളിൽ തട്ടാതെ വെള്ളത്തിന് മുകളിലൂടെ പരമാവധി കരയിലേക്ക് കടന്നു ചെല്ലാൻ അവർക്ക് സാധിക്കും. ഒരു കാരണവശാലും ആരും ചങ്ങാടത്തിൽ നിന്നും ചാടി കരയിലേക്ക് നീന്താൻ ശ്രമിക്കരുത്, തോർ ഹെയർഡാൽ ഉത്തരവിട്ടു. മാത്രമല്ല ആരും ലൈഫ് ബോട്ടിന്റെ ഉപയോഗം ഒരു കാരണവശാലും നടത്തരുത് എന്നും കർശനമായി അദ്ദേഹം നിർദ്ദേശം നൽകി. ഈ 2 പ്രവൃത്തിയും ഈ കൂർത്ത പവിഴപ്പുറ്റുകളിൽ മരണം വിളിച്ചു വരുത്തുമെന്ന് തോറിന് നന്നായി തന്നെ അറിയാം. ബാഴ്സ തടികൾ തന്നെ ആ പവിഴപ്പുറ്റുകൾക്കെതിരെ അവർക്ക് സംരക്ഷണമായി പ്രവർത്തിക്കുമെന്ന് അവരെല്ലാവരും ചങ്ങാടത്തിൽ ചുറ്റിപ്പിടിച്ചു കിടന്നു. ഈ ദ്വീപിലേക്ക് ഇടിച്ചു കയറുന്നതിന് മുൻപ് ടോർസ്റ്റൈൻ റോബി റേഡിയോയിലൂടെ ന്യൂസിലൻഡിലെ ഒരു റേഡിയോ ഹാമുമായി ബന്ധപ്പെട്ടു. അയാൾ പറഞ്ഞത് ഇതായിരുന്നു: ഞങ്ങൾ പോളിനേഷ്യയിലെ ദ്വീപസമൂഹങ്ങൾക്കിടയിൽ എത്തിക്കഴിഞ്ഞു. അവിടെ ഒരു ദ്വീപിലേക്ക് കടക്കാനുള്ള ശ്രമത്തിൽ പവിഴപ്പുറ്റുകളിലേക്ക് ഇടിച്ചു കയറ്റുകയാണെന്നും അടുത്ത 36 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ വീണ്ടും നിങ്ങളെ ബന്ധപ്പെട്ടില്ല എങ്കിൽ ഞങ്ങൾ മരിച്ചു എന്ന് ലോകത്തെ അറിയിക്കണമെന്നുമായിരുന്നു സന്ദേശം. ഇനി വെറും 50 മീറ്റർ മാത്രമേ ബാക്കിയുള്ളൂ, ഓക്കെ ബൈ എന്ന് പറഞ്ഞ് അയാൾ ആ റേഡിയോ ഡിസ്കണക്ട് ചെയ്തു. റേഡിയോ സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം റോബി ചങ്ങാടത്തിൽ കെട്ടിയിരിക്കുന്ന കയറുകളിൽ മുറുകെ പിടിച്ച് ചങ്ങാടത്തിൽ പറ്റിക്കിടക്കുന്ന ബാക്കി 5 പേർക്കൊപ്പം കൂടി. ഈ യാത്രയിലെ ഏറ്റവും ഭയാനകരമായ നിമിഷങ്ങളിലേക്കാണ് അവർ പിന്നീട് കടന്നു പോകുന്നത്. കരയിലേക്ക് ആഞ്ഞടിക്കുന്ന തിരമാലകളിൽ അവരുടെ കോൺടിക്കി എന്ന ചങ്ങാടം കടന്നു ചെന്നു. വലിയ തിരമാലകളിൽ ആ ചങ്ങാടം ആടിയുലയുകയാണ്. ഒരു വലിയ തിരമാല ആ ചങ്ങാടത്തെയും അതിലെ 6 പേരെയും കരയിലേക്ക് വലിച്ചെറിഞ്ഞു. വെള്ളത്തിന് മുകളിലൂടെ തെന്നി നീങ്ങിയ ചങ്ങാടവും അതിലുണ്ടായിരുന്ന 6 പേരും ആ ദ്വീപിന്റെ തീരത്തേക്ക് വലിച്ചെറിയപ്പെട്ടു. വേലിയേറ്റമായതുകൊണ്ട് തന്നെ കടലിൽ ജലനിരപ്പ് കൂടുതലുള്ളതിനാൽ അവർക്ക് പവിഴപ്പുറ്റുകളിൽ നിന്നും അപകടമൊന്നും ഉണ്ടാകാതെ കൂടുതൽ കരയിലേക്ക് ചെന്ന് കയറാൻ സാധിച്ചു. എല്ലാവരും സുരക്ഷിതരാണ്. ചങ്ങാടത്തിൽ അവർ സൂക്ഷിച്ചിരുന്ന സാധനങ്ങളൊക്കെ അവർ കരയിലേക്ക് മാറ്റാനും സാധിച്ചു. പക്ഷേ കോൺടിക്കി എന്ന ചങ്ങാടം തകർന്നിരിക്കുകയാണ്. പക്ഷേ തെക്കേ അമേരിക്കയിൽ നിന്നും അവരെ പോളിനേഷ്യയിലെ ഈ ദ്വീപിലെത്തിക്കുകയും പവിഴപ്പുറ്റുകളിൽ നിന്നും കരയിലേക്കും എത്തിച്ച കോൺടിക്കി എന്ന ചങ്ങാടത്തിന്റെ പ്രധാന ഭാഗമായ ആ 9 ബാഴ്സത്തടികൾ ഇപ്പോഴും ഒരു കേടുമില്ലാതെ ബാക്കിയായിരുന്നു. ചങ്ങാടത്തിൽ നിന്നും കരയിലേക്ക് സാധനങ്ങൾ മാറ്റുന്നതിനിടയിൽ അവർക്ക് ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടേണ്ടി വന്നത് ഈ കടൽ തീരത്തുണ്ടായിരുന്ന വിഷമുള്ള ഈൽ മത്സ്യങ്ങളായിരുന്നു. ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ, മറ്റാവശ്യ വസ്തുക്കൾ ഒക്കെ അവർ കരയിലേക്ക് മാറ്റി. അവർ ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി നിർമ്മിച്ചിരുന്ന സ്റ്റൗ പോലെയുള്ള ഭാഗം പൂർണ്ണമായും നശിച്ചിരുന്നു. ദ്വീപിൽ ധാരാളം മരങ്ങളും ഉണങ്ങിയ തടികളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ആഹാരം പാകം ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊന്നും അവർക്കുണ്ടായില്ല. തകർന്ന കോൺടിക്കി എന്ന ചങ്ങാടം കടൽ തീരത്ത് ഉപേക്ഷിച്ച് അവർ ആവശ്യമുള്ള സാധനങ്ങളും എടുത്ത് പനകളും തെങ്ങുകളും തിങ്ങി നിറഞ്ഞ ആ ദ്വീപിലേക്ക് നടന്നു. ദ്വീപിലേക്ക് കടന്നു ചെല്ലുമ്പോഴാണ് അവർക്ക് ആ സത്യം മനസ്സിലായത്. ആ ദ്വീപ് ജനവാസമില്ലാത്തതായിരുന്നു. 101 ദിവസം അവർ ചങ്ങാടത്തിൽ കഴിഞ്ഞതിന് ശേഷം വന്നിരിക്കുന്നത് ഒറ്റപ്പെട്ട ഒരു ദ്വീപിലേക്കാണ്. 101 ദിവസങ്ങൾക്ക് ശേഷം ഉറച്ച മണ്ണിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ അവർക്കുണ്ടായ അത്ഭുതകരമായ അനുഭവം അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു. ജനവാസമില്ലാത്ത ദ്വീപായിരുന്നുവെങ്കിലും അതൊരു മനോഹരമായ ചെറിയ ദ്വീപായിരുന്നു. ആ ദ്വീപ് നിറയെ തെങ്ങുകളും പനകളും തിങ്ങി നിറഞ്ഞിരുന്നു. അവിടെ ശുദ്ധജലം ലഭിക്കാൻ സാധ്യതയില്ല എന്ന് അവർക്ക് തോന്നി. ദാഹത്തിനായി അവിടെ ഉണ്ടായിരുന്ന തെങ്ങുകളിൽ നിന്നും താഴെ വീണ് കിടന്നിരുന്ന തേങ്ങകളിൽ നിന്നും അവർ വെള്ളം കുടിച്ചു.
ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം അവർ കഴിക്കുന്ന ഏറ്റവും രുചികരമായ ഭക്ഷണമായിരുന്നു അത്. നട്ട് ഹോളൻഡും ടോർസ്റ്റൈൻ റോബിയും ചേർന്ന് തങ്ങളുടെ തകർന്നുപോയ റേഡിയോ സിസ്റ്റം നന്നാക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. അവർ ശ്രമിക്കുന്നത് ഞങ്ങൾ സുരക്ഷിതരായി ഈ ദ്വീപിലുണ്ടെന്ന് ലോകത്തോട് വിളിച്ചു പറയാനായിരുന്നു. അവർ അവസാനമായി കൊടുത്ത റേഡിയോ സന്ദേശം അനുസരിച്ച് 36 മണിക്കൂറിനുള്ളിൽ ആ സന്ദേശം അവർ ലോകത്തിനെ അറിയിച്ചില്ല എങ്കിൽ അവർ മരണപ്പെട്ടതായി ലോകം കരുതും. റേഡിയോ നന്നാക്കുകയും ഞങ്ങൾ ജീവനോടെ ഉണ്ടെന്ന് അറിയിക്കുകയും ചെയ്താൽ ഉറപ്പായും വിമാനങ്ങളും കപ്പലുകളും ഒക്കെ തങ്ങളെ തിരഞ്ഞെത്തുമെന്ന് അവർക്കറിയാമായിരുന്നു. മണിക്കൂറുകളെടുത്ത് റേഡിയോയുടെ നനഞ്ഞ ഭാഗങ്ങൾ ഉണക്കി കേടായ ഭാഗങ്ങൾ അവരാൽ കഴിയും വിധം നന്നാക്കി അവർ റേഡിയോ പ്രവർത്തിപ്പിച്ചു. അവർ സംസാരിക്കുന്നത് ആരോടാണ്, എവിടേക്കാണ് എന്നൊന്നും അറിയില്ല. എങ്കിലും അവർ പറയുന്നത് കേൾക്കാൻ മറുവശത്തുള്ളവർക്ക് സാധിക്കുന്നുണ്ടായിരുന്നു. ന്യൂസിലൻഡിലെയും അമേരിക്കയിലെയും റേഡിയോ പ്രവർത്തകർ അവരുടെ സന്ദേശം സ്വീകരിച്ചിരിക്കുന്നു. കോൺടിക്കിയിൽ തെക്കേ അമേരിക്കയിൽ നിന്നും പുറപ്പെട്ടവർ ഇപ്പോൾ ജീവനോടെയുണ്ട് എന്ന് പുറം ലോകം മനസ്സിലാക്കിയതോടെ അവരെ അന്വേഷിച്ച് റെസ്ക്യൂ സംഘം പുറപ്പെട്ടു. അവർ ചെന്നിറങ്ങിയ ദ്വീപിൻ്റെ അതേ ഭാഗത്ത് അവർ അവരുടെ അടയാളമായി അവിടെ തെങ്ങിൻ്റെ തൈകൾ നട്ടുപിടിപ്പിച്ചു. ആ ജനവാസമില്ലാത്ത ദ്വീപിൽ അവർക്ക് കഴിഞ്ഞുകൂടേണ്ടി വന്നത് ഒരാഴ്ച മാത്രമായിരുന്നു. ഒരു ദിവസം രാവിലെ ശാന്തമായ സമുദ്രത്തിൻ്റെ ചക്രവാളത്തിൽ ഒരു വെളുത്ത ബോട്ട് അവർ കണ്ടു. ആ ബോട്ടിനെ ആകർഷിക്കുന്നതിനായി അവർ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന കൊടികൾ ഒരു കമ്പിൽ കെട്ടി വീശിക്കൊണ്ടിരുന്നു. അവർ വീശി കാണിച്ച ആ പതാക ന്യൂയോർക്ക് എക്സ്പ്ലോറേഴ്സ് ക്ലബിൻ്റെതായിരുന്നു. ആ ബോട്ടിലുള്ളവർ അവരെ കണ്ടു. അവർ കരയിലേക്ക്, അതായത് പവിഴപ്പുറ്റുകളില്ലാത്ത അപകടമില്ലാത്ത സ്ഥലം നോക്കി ആ ബോട്ട് അടുപ്പിച്ചു. ഇരു കൂട്ടരുടെയും ഭാഷ വ്യത്യസ്തമായിരുന്നു. പക്ഷേ അവർക്ക് പങ്കിടാനുള്ള സന്തോഷം അത് പകർന്നു കൊടുക്കാൻ അവർക്ക് അപ്പോൾ ഭാഷയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ അവരുടെ സംസാരത്തിൽ നിന്നും ഒരു കാര്യം അവർക്ക് മനസ്സിലായി. വളരെ അടുത്ത് തന്നെ ജനവാസമുള്ള ഒരു ദ്വീപ് ഉണ്ട് എന്നത്. അവരെല്ലാവരും കൂടിയിരുന്നു കൊണ്ട് അവർ നന്നാക്കിയെടുത്ത റേഡിയോയിൽ സൗത്ത് സീ ഐലൻഡ് സംപ്രേഷണം ചെയ്ത പാട്ടുകൾ കേട്ടു. അവിടെ വന്നവർ ഏതു തരത്തിലുള്ള ബോട്ടിലാണ് ഇത്ര ദൂരം സുരക്ഷിതമായി എത്തിച്ചേർന്നതെന്നറിയാൻ തകർന്നു കിടക്കുന്ന കോൺടിക്കിയും സന്ദർശിച്ചു. കോൺടിക്കിയെ ആ വന്നവർ വിളിച്ച പേര് മറ്റൊന്നായിരുന്നു. അത് പേപ്പേയ് എന്നായിരുന്നു. അവരുടെ ഇതിഹാസങ്ങളിൽ വിവരിച്ചിരുന്ന തരത്തിലുള്ള ഒരു ചങ്ങാടത്തിൻ്റെ പേരാണ് പേപ്പേയ്. ഇത്തരത്തിലുള്ള ചങ്ങാടങ്ങൾ മുൻകാലങ്ങളിൽ വളരെ പ്രശസ്തമായിരുന്നു എന്ന് ഈ വന്നവർ അവരോട് പറഞ്ഞു. മാത്രമല്ല അവരുടെ പൂർവികർ സമുദ്രങ്ങളിൽ ദൂരയാത്രയ്ക്കായി ഉപയോഗിച്ചിരുന്നു അത്രേ. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പുരാണങ്ങളും ഇതിഹാസങ്ങളും ഈ വന്ന കൂട്ടത്തിലുള്ള മുതിർന്ന ഒരു മനുഷ്യൻ അവരെ പറഞ്ഞു മനസ്സിലാക്കി. ബോട്ടിൽ വന്നവർ അവർക്ക് വറുത്ത പന്നിയിറച്ചിയും പഴവർഗ്ഗങ്ങളും ഒക്കെ നൽകി. വീശിയടിക്കുന്ന തിരമാലകളിൽ ഇളകിയാടിയ കോൺടിക്കി വീണ്ടും കടലിലേക്ക് ഒഴുകിപ്പോകാൻ സാധ്യതയുണ്ടെന്ന് തോർ ഹെയർഡാൽ മനസ്സിലാക്കി. അദ്ദേഹം മറ്റുള്ളവരുടെ സഹായത്തോടെ കോൺടിക്കിയെ കയറിൽ കെട്ടിവലിച്ച് ദ്വീപിലേക്ക് അടുപ്പിച്ചു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു തെങ്ങിൽ കെട്ടിയിട്ടു. യാത്ര പകുതി പോലുമാകാതെ മുങ്ങിപ്പോകുമെന്ന് പറഞ്ഞ ആ തടികൾ ഇപ്പോഴും കടലിൽ പൊങ്ങിക്കിടക്കുകയാണ്. സുരക്ഷിതമായി കരയിലേക്ക് അടുപ്പിച്ചതിന് ശേഷം അവരെ കൂട്ടാൻ വന്ന ബോട്ടിൽ കയറി അടുത്തുള്ള ദ്വീപിലേക്ക് യാത്രയായി. 1500 വർഷങ്ങൾക്ക് മുൻപ് ആ ദ്വീപിലുള്ളവരുടെ പൂർവികർ ചെയ്തതുപോലെ അവർ കോൺടിക്കിയിൽ കൊണ്ടുവന്ന തേങ്ങകൾ ആ ദ്വീപിൽ നട്ടുപിടിപ്പിച്ചു. അവരുടെ കയ്യിലുണ്ടായിരുന്ന മധുരക്കിഴങ്ങുകൾ അവർ ഇപ്പോൾ വന്നിരിക്കുന്ന അതേ ദ്വീപിലും ഉണ്ടായിരുന്നു. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ യാത്രയെ കൂടുതൽ വിജയത്തിലേക്ക് അടുപ്പിക്കുകയായിരുന്നു. ഈ ദ്വീപിൽ അവർക്ക് മരണത്തോട് മല്ലടിക്കുന്ന ഒരു കൊച്ചു പയ്യനെ കാണാൻ സാധിച്ചു. തലയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അപകടകാരിയായ ഏതോ ഒരു ഫംഗസ് ആയിരുന്നു അതിൻ്റെ കാരണം. ഉടൻ തന്നെ തോർ ഹെയർഡാൽ ലോസ് ഏഞ്ചൽസിൽ റേഡിയോ വഴി കോൺടാക്ട് ചെയ്ത് ഒരു ഡോക്ടറിന്റെ സഹായം ആ കുട്ടിക്ക് ഉറപ്പുവരുത്തി. പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം ഈ കുട്ടി പൂർണ്ണമായും സുരക്ഷിതനാണ് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ട്. ഒരാഴ്ചയ്ക്ക് ശേഷമാണ് കോൺടിക്കി പോളിനേഷ്യയിൽ എത്തിച്ചേർന്നു എന്ന വിവരം ന്യൂയോർക്കിലും പാരീസിലും തഹീദിയിലും ഒക്കെ പടർന്നു പിടിക്കുന്നത്. ഇതോടെ അവരെ സ്വീകരിക്കുന്നതിനായി തഹീദി ഗവൺമെൻറ് ഒരു ചെറിയ കപ്പൽ അവർക്കടിയിലേക്ക് അയച്ചു. ഈ കപ്പലിൽ കയറി തഹീദിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവർ യാത്ര ചെയ്ത കോൺടിക്കി എന്ന ചങ്ങാടത്തിൻ്റെ ബാക്കി ഭാഗം കപ്പലിൽ കെട്ടിവലിച്ച് അവർ കൂടെ കൊണ്ടുപോയി. തഹീദിയിൽ അവർക്ക് രാജകീയമായ സ്വീകരണമാണ് ലഭിച്ചത്. പരമ്പരാഗതമായ നൃത്തവും പാട്ടും കൊണ്ട് അവരെ സ്വീകരിക്കാൻ അനേകം ജനങ്ങളും അവിടെ ഒത്തുകൂടി. കോൺടിക്കി എന്ന പര്യവേഷണ യാത്ര പൂർണ്ണമായും വിജയകരമായിരുന്നു. പക്ഷേ തോർ ഹെയർഡാൽ അവതരിപ്പിച്ച പോളിനേഷ്യയിലേക്കുള്ള മനുഷ്യരുടെ കുടിയേറ്റ സിദ്ധാന്തത്തിന് അതൊരു പൂർണ്ണമായ തെളിവായി സ്വീകരിക്കപ്പെട്ടില്ല. ആദിമ മനുഷ്യർക്ക് ചങ്ങാടങ്ങളിൽ സമുദ്രം മുറിച്ചു കടക്കാൻ സാധിക്കുമായിരുന്നു എന്ന് ഈ യാത്ര തെളിയിച്ചു. ഭൂമിയുടെ ഭ്രമണം മൂലം ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന കാറ്റും സമുദ്രപ്രവാഹവും ഒക്കെ ഇങ്ങനെയുള്ള യാത്രകളിൽ അവരെ സഹായിക്കുകയും ചെയ്തിരുന്നു. മനുഷ്യ ചരിത്രത്തിൽ ഉടനീളം അവയൊക്കെ മാറ്റമില്ലാതെ തുടരുകയും ചെയ്യുന്നു. ഈ യാത്ര മറ്റു ചിലർക്ക് പ്രചോദനമായിരുന്നു. 1954 വില്യം വില്യംസ് എന്നയാൾ ഇതേ രീതിയിൽ പെറുവിൽ നിന്നും അമേരിക്കയിലെ സമോവയിലേക്ക് ഇതുപോലെ ചങ്ങാടത്തിൽ ഒരു യാത്ര നടത്തിയിരുന്നു. 7 സിസ്റ്റേഴ്സ് എന്നാണ് ആ ചങ്ങാടത്തിന് അവർ പേരിട്ടത്. ഈ ചങ്ങാടം വിജയകരമായി യാത്ര നടത്തിയത് കോൺടിക്കിയേക്കാൾ 3500 കിലോമീറ്റർ കൂടുതലായിരുന്നു. 10800 കിലോമീറ്ററാണ് വില്യം നടത്തിയ യാത്രയുടെ ദൂരം. അത് കഴിഞ്ഞ് 10 വർഷത്തിന് ശേഷം വില്യം തന്നെ ഇതുപോലെ മറ്റൊരു യാത്ര കൂടി നടത്തി.
അന്ന് ആ ചങ്ങാടത്തിനിട്ട പേരാണ് അൺലിമിറ്റഡ് എന്ന്. അമേരിക്കയിൽ നിന്നും ഓസ്ട്രേലിയയിലേക്കാണ് 12,001 കിലോമീറ്റർ അവർ യാത്ര ചെയ്തത്. ഇതുപോലെ പല വേറെയും യാത്രകൾ ഇതേ കാലഘട്ടത്തിൽ നടന്നിരുന്നു. കണ്ടുവിട്ട തഹീദി നൂയി സെക്കൻഡ്, ലാസ് ബാൽസാസ്, ടാൻ ഗരാവോ എന്നിവയാണ് ഇതിൽ ചിലത്. കോണ്ടിക്കയുടെ അതേ മാതൃകയിലും മറ്റൊരു യാത്ര നടന്നിരുന്നു. അത് 2011 കാനറി ദ്വീപുകളിൽ നിന്നും ബഹാമാസിലെ എല്യൂതെറ എന്ന ദ്വീപിലേക്ക് അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ 4,800 കിലോമീറ്റർ ദൂരമായിരുന്നു ഈ യാത്ര പൂർത്തിയാക്കിയത്. ഈ യാത്രയിലെ മറ്റൊരു പ്രത്യേകത, യാത്രയിൽ പങ്കെടുത്തവരെല്ലാം 50 വയസ്സിന് മുകളിൽ ഉള്ളവരായിരുന്നു എന്നതാണ്. 56 മുതൽ 84 വയസ്സ് വരെ പ്രായമുള്ള 4 പേരാണ് ഈ യാത്രയിൽ പങ്കെടുത്തത്. 2015 നവംബർ 7 പെറുവിൽ നിന്നും പോളിനേഷ്യയിലെ ഈസ്റ്റർ ദ്വീപിലേക്ക് നടത്തിയ മറ്റൊരു യാത്രാ സംഘവുമുണ്ട്. ആ യാത്രയ്ക്ക് അവർ സഞ്ചരിച്ച ആ ചങ്ങാടത്തിന് നൽകിയ പേരാണ് കോണ്ടിക്കി സെക്കൻഡ്. ഇവർ പോളിനേഷ്യയിൽ നിന്നും തിരികെ വരാനുള്ള ശ്രമവും നടത്തി. പക്ഷേ ശ്രമം പരാജയപ്പെടുകയും ഒരു ചരക്ക് കപ്പൽ ഈ യാത്രക്കാരെ രക്ഷിക്കുകയുമായിരുന്നു. ഇത് കേൾക്കുമ്പോൾ ഒരു ചങ്ങാടത്തിൽ ഇതുപോലെ ഒരു കടൽ യാത്ര നടത്താൻ നിങ്ങൾക്കും തോന്നുന്നുണ്ടോ? എങ്കിൽ അത് എവിടെ നിന്ന് എവിടെ വരെയാണ് എന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.